പ്രതീക്ഷിച്ച പോലെ നാരായണാസ്ത്രം ഫലം കണ്ടെത്താത്തതിൽ ദുര്യോധനൻ ഏറെ നിരാശനായി. ആചാര്യപുത്രൻ്റെ ക്രുദ്ധത നിറഞ്ഞ ശൗര്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അഭിമന്ത്രണവും പിഴവുറ്റതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് പാണ്ഡവർ വധിക്കപ്പെട്ടില്ല? അസ്ത്രത്തെ പോലും നിസ്തേജനാക്കുന്ന ഭഗവാൻ അവരോട് ചേർന്ന് നിൽക്കുന്നു. പെടുന്നനെ തൻ്റെ മനസ്സിലുണ്ടായ ആ തോന്നൽ ഒരു അസംഭവ്യമായി കരുതാനാണ് ദുര്യോധനൻ ഇഷ്ടപ്പെട്ടത്. അവർ ഒത്തുചേർന്ന് അടുത്ത നടപടികളെക്കുറിച്ച് ആലോചിച്ചു. അശ്വത്ഥാമാവ് പറഞ്ഞു, അങ്ങ് വിഷമിക്കരുത്. നമുക്ക് അങ്ങയോടും സൈന്യത്തോടും ഏറെ കൂറുള്ള രാധേയനെ തന്നെ നായകനായി അവരോധിക്കാം. അദ്ദേഹം അങ്ങയ്ക്ക് വേണ്ടി വിജയം ഉറപ്പാക്കുമെന്ന് തീർച്ചയാണ്. ഞങ്ങളെല്ലാം ആ സാരഥ്യത്തിൻ കീഴിൽ അജയ്യരായി നിലകൊള്ളും. അശ്വത്ഥാമാവിൻ്റെ നിർദ്ദേശം ദുര്യോധനിൽ പ്രീതി ജനിപ്പിച്ചു. തൻ്റെ രാധേയൻ കർണൻ, അദ്ദേഹം നമ്മളെ മാത്രം സ്നേഹിക്കുന്നു, നമ്മൾക്ക് ജയം വരണമെന്ന് മാത്രം ചിന്തിക്കുന്നു. ദുര്യോധനനും മറ്റുള്ളവരും അശ്വത്ഥാമാവിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചു. ഭീഷ്മരുടെയും ദ്രോണരുടെയും സൈന്യ ആധിപത്യത്തെക്കുറിച്ച് ദുര്യോധനൻ ഒരു നിമിഷം ചിന്തിച്ചു. അവരിരുവരും തനിക്കു വേണ്ടി ശക്തമായി പോരാടിയെങ്കിലും പാണ്ഡവർ വധിക്കപ്പെടുമെന്ന് അവർ ആഗ്രഹിച്ചില്ല. അതിനുവേണ്ട കരുക്കൾ നീക്കാൻ അവർ ഒരിക്കലും ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും പരിഭവത്തിൽ പറഞ്ഞുപോയാൽ ഉപദേശത്തിൻ്റെ കുത്തൊഴുക്ക്, എല്ലാം താനൊരാൾ മാത്രം വരുത്തിവെച്ചതാണ് പോലും. എന്നാൽ എൻ്റെ രാധേയൻ അങ്ങനെയല്ല. എന്നെപ്പോലെ പാണ്ഡവർ മരണപ്പെട്ട് കാണാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നു. എൻ്റെ തൃപ്തിക്കൊത്ത വിധം സേനയെ നയിക്കാൻ കഴിവുള്ള ഒരാളെ എനിക്ക് കിട്ടിയിരിക്കുന്നു. ദുര്യോധനൻ നിറഞ്ഞ മനസ്സോടെ രാധേയനെ സമീപിച്ചു. മിത്രമേ, അങ്ങയുടെ പ്രബല ഹസ്തങ്ങളിൽ ഞാൻ നമ്മുടെ സൈന്യത്തെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സാരഥ്യം നമുക്ക് വിജയം നേടിത്തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താൻ ഏതോ വലിയ അംഗീകാരം സുഹൃത്തിന് നൽകിയ തൃപ്തിയോടെ ദുര്യോധനൻ രാധേയനെ കടാക്ഷിച്ചു. രാധേയനും സന്തുഷ്ടനായി. തൻ്റെ മിത്രത്തോടുള്ള കടമയും കൃതജ്ഞതയും തെളിയിക്കാൻ ഒരവസരം വന്നിരിക്കുന്നു. എൻ്റെ ചങ്ങാതി, താങ്കൾ ധൈര്യമായിരിക്കൂ. ഞാൻ നാളെ തന്നെ അർജുനനെ വധിച്ച് താങ്കൾക്ക് വിജയം നേടിത്തരുന്നുണ്ട്. അടുത്ത ശുഭമുഹൂർത്തത്തിൽ അവർ കർണനെ സർവ്വ സൈന്യാധിപനായി അവരോധിച്ചു. ആ ചടങ്ങ് അത്യന്തം ഗംഭീരവും എല്ലാ ആചാര വിധികളോടും കൂടിയതായിരുന്നു. മധ്യാഹ്ന സൂര്യപ്രഭയാർന്ന കർണൻ്റെ മുഖം കൂടുതൽ അരുണാഭമായി. ആർക്കും തന്നെ ആ സുന്ദരമുഖത്തു നിന്ന് കണ്ണെടുക്കാനായില്ല. ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരനായ ആ പുരുഷനെ അവരേവരും പ്രേമപൂർവം കടാക്ഷിച്ചു. യുദ്ധത്തിൻ്റെ 16-ാം ദിവസം സമാഗതമായി. രാധേയ സൈന്യാധിപത്യത്തിൻ്റെ ആദ്യ ദിവസവും. രാധേയൻ ഏറെ ശോഷിച്ച കൗരവ സൈന്യത്തെ മകരവ്യൂഹത്തിൽ അണിനിരത്തി. മകരമത്സ്യത്തിൻ്റെ വായുടെ സ്ഥാനത്തെ സൈന്യാധിപനായ രാധേയൻ അലങ്കരിച്ചു. കണ്ണുകളുടെ സ്ഥാനം ശകുനിയും ഉലുകനും പങ്കിട്ടു. തലയുടെ സ്ഥാനം അശ്വത്ഥാമാവും കഴുത്തിൻ്റെ സ്ഥാനത്ത് ധൃതരാഷ്ട്രപുത്രന്മാരും നിലയുറപ്പിച്ചു. ദുര്യോധനൻ വ്യൂഹമധ്യത്തിൽ സ്ഥാനം കണ്ടെത്തി. മത്സ്യത്തിൻ്റെ മുൻകാലുകൾ കൃപരും കൃതവർമാവും സൈന്യസമേതം പങ്കിട്ടു. പിൻകാലുകൾ കാത്തുകൊണ്ട് ശല്യരും രാധേയപുത്രനായ സുഷേണനും നിലകൊണ്ടു. യുധിഷ്ഠിരൻ ദൂരെ നിന്ന് ആ സൈന്യവ്യൂഹം ദർശിച്ചു. 15 ദിവസങ്ങൾക്ക് മുൻപ് ഭീഷ്മർ ഭയാനകമാം വിധം ക്രമീകരിച്ച കൗരവ സൈന്യം എത്രമാത്രം ശോഷിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരെ ഓർത്ത് ആ ദുർബലചിത്തൻ വേദനിച്ചു. നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനെപ്പോലെ ശോഭിച്ചിരുന്ന കർണനിൽ ദൃഷ്ടി പതിഞ്ഞപ്പോൾ അകാരണമായൊരു ഉൾക്കിടിലം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കൗരവപക്ഷത്തിൻ്റെ ഈ ശേഷിക്കുന്ന കരുത്തിനെ കൂടി കീഴ്പ്പെടുത്താനായാൽ വിജയം പാണ്ഡവർക്ക് സുനിശ്ചിതം. കൃഷ്ണസാരഥ്യത്തിലുള്ള അർജുനൻ അത് നേടുമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ പിന്നീട് ശോഷിച്ചു തുടങ്ങിയ തങ്ങളുടെ സൈന്യത്തെയും വീക്ഷിച്ചു. ഭീഷ്മരാലും ദ്രോണരാലും തങ്ങളുടെ സൈന്യത്തിന് ഏറെ നാശം സംഭവിച്ചിരിക്കുന്നു. പോരെങ്കിൽ അശ്വത്ഥാമാവും പലപ്പോഴായി സൈന്യത്തെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് സൈന്യാധിപനായ ദൃഷ്ടദ്യുമ്നൻ കടന്നുവന്ന് വണങ്ങി. അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ ചന്ദ്രകലാകൃതിയിൽ ക്രമീകരിച്ചു. ചന്ദ്രകലയുടെ ഒരറ്റം ഭീമനും ദൃഷ്ടദ്യുമ്നനും പങ്കിട്ടു. മധ്യഭാഗത്ത് അർജുനനും അതിനു പിന്നിലായി യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും സാത്യകിയും അണിനിരന്നു. യുദ്ധകാഹളങ്ങൾ മുഴങ്ങി. രണ്ടു സൈന്യങ്ങളും 16-ാം ദിവസത്തെ യുദ്ധത്തിനായി പോർക്കളത്തിൽ നേർക്കുനേർ അണിനിരന്നു. ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. ദ്രോണരുടെ ക്രൂരമായ നീക്കങ്ങളിൽ നിന്നും തികച്ചും ഭിന്നമായിരുന്നു കർണൻ്റെ നീക്കം. അത് ഭീഷ്മരുടെ പ്രൗഢ ഗംഭീര നീക്കത്തെ അനുസ്മരിപ്പിച്ചു. രാധേയൻ്റെ അപ്രമേയ വ്യക്തിത്വം കൗരവ സൈന്യത്തിന് ഏറെ കരുത്തു പകർന്നു. ഭീഷ്മർ, ദ്രോണർ ഇവരുടെ അസാന്നിധ്യം പോലും മറക്കാൻ സൈനികർ നിർബന്ധിതരായി. അത്രമാത്രം
കർണൻ്റെ നേതൃത്വം അവരുടെ മേൽ ആധിപത്യം ചെലുത്തി. യുദ്ധാരംഭത്തിൽ തന്നെ ഭീമൻ ക്ഷേമദ്രതി രാജാവിനെ വധിച്ചു. മുൻനിരയിലേക്ക് കടന്ന സൈന്യാധിപനായ രാധേയൻ നകുലനുമായി ഏറ്റുമുട്ടി. ഭീമനും അശ്വത്ഥാമാവും തമ്മിൽ ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെട്ടു. ദുര്യോധനൻ യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടിയപ്പോൾ സാത്യകി തൻ്റെ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ വിന്ദാനുവിന്ദന്മാരെ നേരിട്ടു. ശേഷിച്ച സംശപ്തകന്മാർ അർജുനനെ പോർവിളിച്ചു. കൃപർ ദൃഷ്ടദ്യുമ്നനുമായി ഏറ്റുമുട്ടി. ശിഖണ്ഡി കൃതവർമാവിനോട് പൊരുതിയപ്പോൾ സഹദേവൻ ദുശാസനനെ പോർവിളിച്ചു. ഭീമനുമായുണ്ടായ ദ്വന്ദ്വയുദ്ധത്തിൽ ഏറെ ക്ഷീണിതനായ അശ്വത്ഥാമാവ് പരാജയം സമ്മതിച്ചു പിൻവാങ്ങി. ദുശാസനനും സഹദേവന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. നകുലൻ്റെ ശക്തമായ തള്ളിക്കയറ്റം രാധേയനെ നേർക്കുനേർ കണ്ടപ്പോൾ നകുലനും ശൗര്യമേറി. നകുലൻ ചിന്തിച്ചു, എല്ലാറ്റിനും മൂലകാരണമായ ഈ സ്കന്ധം തന്നെ ആദ്യം മുറിച്ചു നീക്കണം. പ്രഭുവായ കൃഷ്ണൻ പറഞ്ഞത് എത്ര സത്യമാണ്. കൗരവ വൃക്ഷത്തിൻ്റെ സ്കന്ധമാണ് കർണൻ. തടിയുടെ ബലത്തിൽ ഹുങ്ക് കാണിക്കുന്ന ദുര്യോധനൻ എന്ന വൃക്ഷത്തെ ഒരു പാഠം പഠിപ്പിക്കണം. എന്നാൽ കർണൻ്റെ നിലപാട് തീർത്തും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം മന്ദഹാസത്തോടെ നകുലനെ നേരിട്ടു. രാധേയൻ്റെ പ്രതികരണം മാന്യതയുടെ മഹനീയത വിളിച്ചറിയിക്കും വിധം ഔന്നിത്യമാർന്നിരുന്നതായിരുന്നു. രണ്ടുപേരും നേർക്കുനേർ പോർ തുടർന്നു. രാധേയൻ നകുലൻ്റെ വില്ല് മുറിച്ചു. നകുലൻ മറ്റൊരു വില്ലെടുത്ത് രാധേയനെ ശക്തമായി നേരിട്ടു. ഏറെ താമസിയാതെ നകുലന് വില്ലും കുതിരകളും നഷ്ടപ്പെട്ടു. നിലത്തിറങ്ങി നിന്ന് നകുലൻ വാളോങ്ങി യുദ്ധം തുടർന്നു. രാധേയൻ നേർത്ത മന്ദഹാസത്തോടെ ആ വാളും മുറിച്ചു. ഗദയും പരിചയും മാറി മാറി ഉപയോഗിച്ച് യുദ്ധം ചെയ്ത നകുലൻ കർണനോട് പൊരുതി അതും നഷ്ടമാക്കി. രഥചക്രം കയ്യിലേന്തി നകുലൻ വീണ്ടും പോർ ചെയ്തു. രാധേയൻ്റെ യുദ്ധപാടവത്തിന് മുന്നിൽ നകുലന് അടിയറവ് പറയേണ്ടി വന്നു. നകുലൻ തീർത്തും നിസ്സഹായനായ അവസ്ഥയിലായി. ദൈന്യതയുടെ മുഖം മൂടിയണിഞ്ഞ അനിയനെ നോക്കി രാധേയൻ പുഞ്ചിരിഭാവത്തിൽ ചിരിച്ചു. ആ ചിരി തന്നെ ചുട്ടുപൊള്ളിക്കുന്നതായിരുന്നു. അദ്ദേഹം പരാജയം സമ്മതിച്ച് പിന്തിരിയാനൊരുമ്പെട്ടു. പുറം തിരിഞ്ഞു നീങ്ങിയ നകുലൻ്റെ പിന്നാലെ രാധേയനെത്തി. അദ്ദേഹം വില്ലുകൊണ്ട് നകുലനെ പിടിച്ചു നിർത്തി. അസ്ത്ര അഗ്രം കൊണ്ട് നകുലനെ തൊട്ടുകൊണ്ട് രാധേയനേറെ പുച്ഛത്തോടെ പറഞ്ഞു, താങ്കൾ എനിക്ക് സമനേയല്ല. യുദ്ധത്തിൽ സമന്മാർ തമ്മിലെ പോർവിളി നടത്താവൂ. അല്ലാതെ സാഹസത്തിന് മുതിർന്നാൽ ഈ വിധം കരുണക്ക് പാത്രമാകും. എന്നോട് പരാജയപ്പെട്ടതിൽ താങ്കൾ ലജ്ജിക്കേണ്ടി വരില്ല. ഒരിക്കൽ പുനരാലോചിക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ ഇതൊരു മധുര അനുഭവമുണ്ടാക്കും. പോയിക്കൊള്ളൂ കുഞ്ഞേ. രാധേയൻ്റെ പിടി അയഞ്ഞ ക്ഷണത്തിൽ നകുലൻ ഓടി രക്ഷപ്പെട്ടു. കർണൻ താൻ അമ്മക്ക് നൽകിയ വാക്കു പാലിക്കാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനായി. മുലപ്പാലിൻ്റെ രുചി അറിയാത്ത ഈ പുത്രൻ മാതാവിനേക്കാൾ മാതൃത്വത്തിന് വില നൽകുന്നു. ഒരു നിമിഷം രാധേയൻ്റെ കണ്ണുകൾ സജ്ജലങ്ങളായി. ആരും അത് കാണാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും കൃഷ്ണദൃഷ്ടിയിൽ നിന്ന് തൻ്റെ മുഖഭാവം മറയ്ക്കാൻ രാധേയനായില്ല. മധ്യാഹ്ന സൂര്യപ്രഭയാർന്ന രാധേയൻ പാണ്ഡവ സൈന്യത്തിന് നേരെ കനത്ത ആക്രമണം നടത്തി. അദ്ദേഹത്തിൻ്റെ ഒരസ്ത്രം പോലും പാഴായില്ല. ദ്വന്ദ്വയുദ്ധങ്ങൾ പലതുണ്ടായെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായത് ദൃഷ്ടദ്യുമ്നനും കൃപരും തമ്മിലുള്ള പോരാട്ടമാണ്. ദ്രോണരുടെ മരണത്തിന് പകരം വീട്ടാൻ ആഗ്രഹിച്ച കൃപർ ശക്തമായി പ്രതിയോഗിയെ നേരിട്ടു. ആ പോരാട്ടത്തിനൊടുവിൽ ദൃഷ്ടദ്യുമ്നൻ പരാജയത്തോടെ പിൻവാങ്ങി. യുയുത്സു ഉലുകനുമായി ഏറ്റുമുട്ടി. ദുര്യോധനനും യുധിഷ്ഠിരനും തമ്മിലുണ്ടായ പോരാട്ടത്തിൽ യുധിഷ്ഠിരൻ പലപ്പോഴും ദുര്യോധനനേക്കാൾ ശക്തനായി കാണപ്പെട്ടു. ദുര്യോധനന് തേരും കുതിരകളും സാരഥിയും നഷ്ടമായി. ശരീരം യുധിഷ്ഠിര ശരങ്ങളാൽ ഏറെ മുറിപ്പെട്ടു. രാജാവിൻ്റെ ഈ അവസ്ഥ കണ്ട് കർണനും കൃപരും സഹായത്തിനെത്തി. പാണ്ഡവ സൈന്യത്തിലെ യോദ്ധാക്കളും ഒത്തുകൂടി. യുദ്ധം സങ്കുലമായി. അർജുനൻ്റെയും ഭീമൻ്റെയും ആക്രമണത്തിൽ സ്വതേ ദുർബലമായിരുന്ന കൗരവ സൈന്യം വീണ്ടും ദുർബലപ്പെട്ടു. രാജാവ് വീണ്ടും യുധിഷ്ഠിരനുമായി ഏറ്റുമുട്ടിയെങ്കിലും യുധിഷ്ഠിരൻ എറിഞ്ഞ കുന്തം മാറിൽ തട്ടി ദുര്യോധനൻ ബോധരഹിതനായി. ഏറെ സൈനികർ ഇരുപക്ഷത്തും നഷ്ടപ്പെട്ടതല്ലാതെ പറയത്തക്ക നേട്ടം 16-ാം ദിവസത്തെ യുദ്ധത്തിലുണ്ടായില്ല. സൂര്യാസ്തമയത്തോടെ ഇരുകൂട്ടരും സൈന്യത്തെ പിൻവലിച്ചു. കർണൻ്റെ സൈന്യാധിപത്യത്തിലുണ്ടായ ആദ്യ ദിവസ യുദ്ധം ഭീഷ്മരുടെ നേതൃപാടവത്തെ അനുസ്മരിപ്പിച്ചു. സൈനികർ രാധേയൻ്റെ കഴിവിനെ മനസാഭിനന്ദിച്ചു. യുദ്ധാനന്തരം കർണനും ദുര്യോധനനും തമ്മിൽ യുദ്ധഗതിയും സൗഹൃദവും പങ്കുവച്ചു. രാധേയൻ്റെ സാരഥ്യത്തിലുള്ള ആദ്യ ദിവസം തനിക്ക് പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാക്കാത്തതിൽ ദുര്യോധനൻ പൊതുവെ അസംതൃപ്തനായിരുന്നു. അർജുനനെ വധിക്കുമെന്ന പ്രതിജ്ഞ പാലിക്കാൻ കർണനായില്ല. നകുലനുമായി ശക്തമായി പോരാടിയെങ്കിലും കർണൻ നകുലനെ വധിച്ചില്ല. പ്രാണഭിക്ഷ നൽകി അപമാനിതനാക്കി. എന്താണതിൽ രാധേയൻ കണ്ട മഹത്വം? പലതും ചോദിക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ സുഹൃത്തിൻ്റെ സുന്ദര മുഖാവരണം എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല. ഉള്ളലിവിന് വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്ന ഈ അപ്രമേയ വ്യക്തിത്വം രാധേയന് നൽകിയത് ഏത് പുണ്യാത്മാവാണ്? തൻ്റെ മുന്നിൽ ചരാചരങ്ങളെപ്പോലും നിസ്തേജനാക്കാനുള്ള ശക്തി ആരാണ് എൻ്റെ സുഹൃത്തിന് സമ്മാനിച്ചത്?
ദുര്യോധനൻ എന്ന ഈ യുവരാജാവ് ഇന്നേ വരെ ആരോടെങ്കിലും കടുത്ത ആദരവും സ്നേഹവും പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ അത് കർണനോട് മാത്രമാണ്. പടർന്നു കയറിയ ദുര്യോധനൻ്റെ ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് രാധേയൻ സുഹൃത്തിനെ ഗാഢമായി ആശ്ലേഷം ചെയ്തു. വിഷമിക്കാതെ ഇരിക്കൂ മിത്രമേ, അടുത്ത ദിവസം ഞാൻ എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തിയിരിക്കും. ദുര്യോധനൻ മന്ദഹസിക്കാൻ ശ്രമിച്ചു. എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയാത്തതിൽ താങ്കൾ എന്നേക്കാൾ ദുഃഖിതനാണെന്നുമറിയാം. ഇപ്പോൾ വിശ്രമിക്കൂ, നമുക്ക് വീണ്ടും കാണാം. ദുര്യോധനൻ രാധേയൻ്റെ തോളിൽ തട്ടി പിന്തിരിഞ്ഞു. ഇരുളിൻ്റെ നിശബ്ദതയിൽ അടുത്ത ദിവസത്തെ യുദ്ധ ചർച്ചകൾക്കായി അവർ വീണ്ടും ഒന്നിച്ചു. രാധേയൻ ഏറെ നേരം തൻ്റെ ആത്മമിത്രത്തെ ഉറ്റുനോക്കിയിരുന്നു. ആ രാത്രിയിലെ ഒത്തുകൂടൽ തങ്ങളുടെ സൗഹൃദത്തിൻ്റെ അവസാന രാത്രിയാണെന്ന പൂർണ്ണബോധം രാധേയനുണ്ടായിരുന്നു. എല്ലാ ആത്മബന്ധങ്ങളിൽ നിന്നും ഏറെക്കുറെ മുക്തി നേടിയ തൻ്റെ മനസ്സിനെ ഈ മിത്രം എത്രമാത്രം മതിക്കുന്നു. ഒന്നും വേണ്ടവിധം പറഞ്ഞു മനസ്സിലാക്കാതെ താനും ദുര്യോധനൻ്റെ തെറ്റായ ചിന്തകളെ ഭ്രാന്തമായി വളർത്തി. താളത്തിനൊത്തു തുള്ളുന്ന നാട്യക്കാരന് പലപ്പോഴും അർഹിക്കുന്നതിൽ കൂടുതൽ പ്രതിഫലവും എൻ്റെ മിത്രം നൽകി. പിതാമഹൻ പറഞ്ഞ പോലെ തൻ്റെ പിൻബലമൊന്നു മാത്രമാണ് ഈ മനുഷ്യനെ ഇത്രമാത്രം പാപിയാക്കിയത്. ഞാൻ ദുര്യോധനൻ എന്ന എൻ്റെ സുഹൃത്തിന് നൽകിയത് സൗഹൃദമല്ല, മറിച്ച് തെറ്റിലേക്കുള്ള പാത സുഗമമാക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. കൃഷ്ണൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, വേദങ്ങളിലൂടെ നിഗൂഢത അറിയാവുന്ന താങ്കൾ എങ്ങനെ പാപിയായ ദുര്യോധനനോട് ചേർന്ന് നിൽക്കുന്നു? എന്നാൽ ഈ നിമിഷം ഞാൻ പറയുന്നു, കൃഷ്ണ, ദുര്യോധനൻ പാപിയല്ല. അദ്ദേഹത്തെ വേണ്ടവിധം പറഞ്ഞു തിരുത്താതെ ഇരുന്ന ഞാനാണ് പാപി. എല്ലാം വൈകിപ്പോയി. ഇനിയൊരു മടക്കയാത്രയ്ക്കിടമില്ലാത്ത വിധത്തിൽ സാത്വികനായ രാധേയൻ്റെ മനോവ്യാപാരങ്ങൾ ഉൾക്കൊള്ളാൻ ദുര്യോധനനായില്ല. രാധേയന് ആശ്വാസം പകരും മട്ടിൽ ദുര്യോധനൻ പറഞ്ഞു, സുഹൃത്തെ, ഒരു നേട്ടവും നേടാൻ കഴിയാതെ ഒരു ദിവസം കടന്നുപോയതിൽ താങ്കൾ അതീവ ദുഃഖിതനാണെന്നറിയാം. ഈ ലോകത്തിൽ എന്നെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തി താങ്കൾ മാത്രമാണ്. വികാരത്തിൻ്റെ തള്ളിക്കയറ്റത്തിൽ ദുര്യോധനൻ രാധേയനെ ഗാഢമായി പുണർന്നു. അദ്ദേഹം മിത്രത്തിൻ്റെ കൈപിടിച്ച് തന്നോടൊപ്പം മെത്തയിലിരുത്തി. അസാധാരണമായൊന്നും അവർക്കിടയിൽ ഉണ്ടായില്ലെങ്കിലും അജ്ഞാതമായ അസാധാരണത്വം പ്രകടമല്ലാത്ത നിലയിൽ ഇരുവരും പങ്കിട്ടു. കൈവിട്ടു പോകുന്നത് മാറോടു ചേർക്കാനുള്ള വെമ്പൽ. പറയൂ മിത്രമേ, നാളത്തെ നീക്കത്തെപ്പറ്റി താങ്കളുടെ ആസൂത്രണം എങ്ങനെയാണ്? ദുര്യോധനൻ ആകാംക്ഷയോടെ സുഹൃത്തിൻ്റെ മുഖത്ത് മിഴിനട്ടു. രാധേയൻ മിത്രത്തിൻ്റെ തോളിൽ മൃദുവായി തട്ടിക്കൊണ്ടു പറഞ്ഞു, മിത്രമേ, ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധയോടെ കേൾക്കണം. അർജുനനും ഞാനും തമ്മിൽ യുദ്ധപ്രാവീണ്യത്തിലേറെ സമാനതകളുണ്ടെങ്കിലും ഞാൻ പല കാര്യത്തിലും അദ്ദേഹത്തെക്കാൾ ഒരു പടി മുന്നിലാണ്. ഇതൊരു അമിത വിശ്വാസമോ ആത്മപ്രശംസയോ അല്ല. അർജുനൻ്റെ ഗാന്ധീവത്തിനു ബദലായി എൻ്റെ കയ്യിൽ ഭാർഗവദത്തമായ വിജയമുണ്ട്. വിജയം ഒരിക്കലും ലക്ഷ്യം പിഴക്കില്ല. ഞങ്ങൾ രണ്ടുപേരും ദിവ്യ അസ്ത്രപ്രയോഗത്തിൽ സമർത്ഥരാണ്. നാളത്തെ ദിവസം എന്തുകൊണ്ടും പ്രാധാന്യമേറിയതാണ്. നാളെ ഞാൻ അർജുനനെ വധിച്ച് അങ്ങയ്ക്ക് ജയം നേടിത്തന്നിരിക്കും. എന്നാൽ വിധി ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായാൽ ഞാൻ അങ്ങയ്ക്കു വേണ്ടി എൻ്റെ കടമ പൂർത്തിയാക്കിയ ചാരിതാർത്ഥ്യത്തോടെ പോർക്കളത്തിൽ മരിച്ചു വീഴും. ദുര്യോധനൻ തികട്ടി വന്ന ദുഃഖം ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, മിത്രമേ, അനാവശ്യ ചിന്തകൾക്ക് മനസ്സിൽ ഇടം നൽകാതിരിക്കൂ. ഞാൻ അങ്ങയ്ക്കു വേണ്ടി എന്തു ചെയ്യണമെന്ന് പറയൂ. രാധേയൻ തുടർന്നു, മഹാനായ കൃപർ പറയും പോലെ എൻ്റെ കഴിവിൽ ഞാൻ ഗർവിതനാണെങ്കിലും ആ ഗർവ് എൻ്റെ കഴിവിൻ്റെ വലിപ്പമായി അങ്ങ് കരുതണം. ഈ രാധേയൻ ഒരിക്കലും വെൺവാക്ക് പറയില്ല. എന്നാൽ ഒന്ന് അങ്ങ് പ്രത്യേകം ധരിക്കേണ്ടതുണ്ട്. കൃഷ്ണസാരഥ്യത്തിലുള്ള അർജുനൻ എന്നേക്കാൾ അല്പം മേലെയാണ്. അശ്വഹൃദയമറിയാവുന്ന കൃഷ്ണൻ്റെ വൈഭവം നിസാരമായി കാണരുത്. അർജുനൻ്റെ ശക്തിയും ബലവും കൃഷ്ണനാണ്. അതേപോലെ ഒരു തേരാളി എനിക്കില്ല. രാധേയൻ മിത്രത്തെ ഉദ്യോഗപൂർവ്വം നോക്കി. ദുര്യോധനൻ സുഹൃത്തിൻ്റെ തോളിൽ തട്ടി, അങ്ങ് നമ്മുടെ സഖ്യത്തിൽ നിന്ന് ആരെ നിർദ്ദേശിച്ചാലും ഞാൻ താങ്കൾക്ക് വേണ്ടി അവരോട് സംസാരിക്കുന്നതാണ്. പറയൂ. അവർ പരസ്പരം നോക്കി. കർണൻ പറഞ്ഞു, ശല്യർ മഹാരഥനാണ്. അദ്ദേഹം സാരഥ്യകലയിൽ കൃഷ്ണനേക്കാൾ ഒരുപടി മുന്നിലാണ്. ശല്യർ നല്ല അശ്വഹൃദയ നിപുണനാണ്. എനിക്കു വേണ്ടി അദ്ദേഹം രഥം തെളിക്കാൻ തയ്യാറായാൽ നമുക്ക് വിജയമുറപ്പിക്കാം. ദുര്യോധനൻ ചിന്താധിഷ്ഠിതനായി. ശല്യർ മഹാരഥനും പാണ്ഡവ ബന്ധുവുമാണ്. താൻ ചതിയിൽപ്പെടുത്തിയാണ് അദ്ദേഹത്തെ തൻ്റെ പക്ഷത്താക്കിയത്. മാതൃ നരേശനായ അദ്ദേഹം ഏറെ ആഢ്യനും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവക്കാരനുമാണ്. പോരെങ്കിൽ രാധേയൻ സൂതപുത്രനും. ദുര്യോധനൻ്റെ നിശബ്ദത രാധേയനെ ഉണർത്തി. അങ്ങയുടെ ചിന്ത എനിക്കറിയാം. സൂതപുത്രനായ എനിക്ക് വേണ്ടി ചമ്മട്ടിയെടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. പക്ഷേ എനിക്കറിയാം മിത്രമേ, അങ്ങയാൽ അസാധ്യമായി യാതൊന്നുമില്ല. ആരെയും തൻ്റെ വരുതിക്ക് വരുത്താനുള്ളൊരു പ്രത്യേക കഴിവ് താങ്കളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. കൗരവപക്ഷത്തിൻ്റെ ഈ അസാധാരണത്വം തന്നെ അതിന് തെളിവല്ലേ? കർണൻ്റെ പ്രശംസ ദുര്യോധനനിൽ പ്രീതി ജനിപ്പിച്ചു. മിത്രമേ, താങ്കളുടെ അപേക്ഷ ഞാൻ പരിഗണിക്കുന്നു. എന്തും പണയപ്പെടുത്തി ഞാനത് താങ്കൾക്ക് വേണ്ടി നേടിയിരിക്കും. അങ്ങ് പോയി വിശ്രമിച്ചോളൂ.
ദുര്യോധനൻ്റെ ഉറപ്പിൽ അവർ അന്യോന്യം കൈകൊടുത്ത് പിരിഞ്ഞു. മുറിക്ക് പുറത്തിറങ്ങിയ രാധേയൻ പതിവിന് വിപരീതമായി ദുര്യോധനനെ തിരിഞ്ഞു നോക്കി. ഏതോ അനിയന്ത്രിതമായ ഉൾപ്രേരണയാൽ അവർ വീണ്ടും ആലിംഗനബദ്ധരായി. സ്ത്രീ പുരുഷ പ്രേമത്തേക്കാൾ ദൃഢമാണ് മൈത്രീ ബന്ധമെന്ന് അവർ ആ നിമിഷം അനുഭവിച്ചറിഞ്ഞു. ഒന്നിൽ രാഗഭാവം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇത് തീർത്തും സ്ഫടികം പോലെ നിർമ്മലമാണ്. രാധേയനെ സ്വശരീരത്തിൽ നിന്ന് വിടർത്തിക്കൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, സമാധാനമായിരിക്കും മിത്രമേ. ഞാൻ എൻ്റെ മാനം പണയപ്പെടുത്തിയും ശല്യരെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കും. പൊയ്ക്കൊള്ളൂ, പോയി വിശ്രമിക്കൂ. രാധേയൻ്റെ മനസ്സ് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ദുര്യോധനനായില്ല. എത്ര ദൃഢമായ മൈത്രീ ബന്ധമാണെങ്കിലും സ്വഭാവ നൈർമല്യം വിശുദ്ധമായൊരു ഘടകം തന്നെയാണ്. ഇവിടെ രാധേയനോളം ഒരിക്കലും ദുര്യോധനൻ പൂർണ്ണനായിരുന്നില്ല. തൻ്റെ കൂടാരത്തിലെ മെത്തമേൽ ശയിച്ചെങ്കിലും രാധേയനെ ഉറക്കം തഴുകിയില്ല. നാളെ തൻ്റെ വിധി നിർണയിക്കുന്ന മുഹൂർത്തമാണ്. എല്ലാം സാധാരണ രീതിയിൽ തന്നെ സംഭവിച്ചാൽ വിജയം തനിക്ക് തന്നെ. അർജുനനേക്കാൾ എത്രയോ മേലെയാണ് തൻ്റെ അസ്ത്രശക്തി. കൃഷ്ണന് പോലും തൻ്റെ കഴിവിൽ മതിപ്പുണ്ട്. എന്നാൽ എന്തിനേയും തകിടം മറിക്കുന്ന വിധി, അത് ബാല്യം മുതൽ തനിക്ക് എതിരാണ്. പെറ്റമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട കുരുന്നുബാല്യം, അർഹമായ പലതും ആഗ്രഹിച്ചിട്ട് പോലും നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ എല്ലാം ശരിയായി കൈപ്പിടിയിലെത്തിയപ്പോൾ സ്വീകരിക്കാനാവാത്ത വിധം ഓടി അകലേണ്ടി വന്ന അവസ്ഥ. രാധേയൻ ഒന്നൊന്നായി ഓർത്തെടുക്കാൻ വൃഥാ ശ്രമിച്ചു. അസ്ത്രാഭ്യാസ കുതുകിയായി ഭാർഗവാശ്രമത്തിലെത്തിയ സൂതപുത്രൻ ബ്രാഹ്മണൻ എന്ന വ്യാജേന അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. തൻ്റെ കഴിവിൽ ദീർഘദർശിയായ അദ്ദേഹം ഏറെ സന്തുഷ്ടനായി. പല ദിവ്യാസ്ത്രങ്ങളും സ്നേഹപൂർവ്വം തനിക്ക് സമ്മാനിച്ചു. കൂട്ടത്തിൽ ശങ്കരദത്തമായ വിജയം പോലും താൻ നേടിയെടുത്തു. എല്ലാ സൗഭാഗ്യങ്ങളും നിമിഷത്തിനുള്ളിൽ തന്നിൽ നിന്ന് തട്ടിക്കളഞ്ഞ ആ ഷഡ്പദത്തെ കർണൻ വീണ്ടും മായയെന്നോണം ദർശിച്ചു. അറിയാതെ തുടയിൽ അദ്ദേഹം തടവി. ആ പാട് ഇപ്പോഴും ഒരു വടുവായി അവശേഷിക്കുന്നു. വിജ്ഞാനദാഹത്താൽ പറഞ്ഞ സത്യം തനിക്ക് ഗുരുത്വദോഷം നേടിത്തന്നു. അത്യാസന്നമായ പോരാട്ടത്തിൽ എന്നിൽ നിന്നും അഭ്യസിച്ച വിദ്യ നിനക്ക് ഉപകാരപ്പെടില്ല. എതിരാളിയുടെ ദയാദാക്ഷിണ്യത്തിന് നീ പാത്രമാകേണ്ടി വരും. കണ്ണീരാൽ ഗുരുവിൻ്റെ പാദം കഴുകിയ തന്നിൽ ഏറെ അനുകമ്പാർഹനായി അദ്ദേഹം അനുഗ്രഹിച്ചു. പൊയ്ക്കൊള്ളൂ കുഞ്ഞേ, എല്ലാ സൽകീർത്തിയും പേരും പെരുമയും നിന്നെ തേടി വരും. അനിശ്ചിതമായ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. ഭാർഗവരാമൻ്റെ അനുഗ്രഹം തൻ്റെ ജീവിതം ദുര്യോധനനുമായി ഇണക്കിച്ചേർത്തു. എന്നാൽ ഇതിനിടയിൽ വിധി തനിക്കായി ഒരു കെണി കൂടി തീർത്തു. മടക്കയാത്രയിൽ വ്യർത്ഥമായി തൊടുത്ത അസ്ത്രത്താൽ പിടഞ്ഞു വീണു മരിച്ച ബ്രാഹ്മണൻ്റെ ഗോവ്. നിർദോഷിയായ അദ്ദേഹവും തനിക്ക് നേരെ ഒരു ശാപവാക്കെറിഞ്ഞു. ആപത്തിനെക്കുറിച്ച് ബോധവാനല്ലാത്ത സമയം മരണം നിന്നെ തേടിയെത്തും. തടുക്കാനായി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വിജയത്താൽ വിജയം വരിക്കാൻ ശാപം തീർച്ചയായും തന്നെ പ്രതികൂലിക്കും. എല്ലാവർക്കും അവരവരുടെ ശാപ പരീക്ഷണങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ച എൻ്റെ അസാധാരണ ജന്മം. അശ്രുക്കൾ രാധേയൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ്. മെത്ത നനച്ചു. ഇല്ല, തനിക്കുറങ്ങാനാവില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാടുകയറി. തനിക്ക് രണ്ടമ്മമാർ, രാധ എന്ന തൻ്റെ വളർത്തമ്മ. അവർ എൻ്റെ നന്മയല്ലാതെ എന്നിൽ നിന്നും തിരിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. അമ്മേ, ഈ പുത്രൻ ആ പുണ്യപാദങ്ങളിൽ മനസാനമിക്കുന്നു. അടുത്തത് പാണ്ഡവമാതാവായ തൻ്റെ അമ്മ. സന്ധ്യയുടെ നേർത്ത വെളിച്ചത്തിൽ തന്നെ കാണാൻ ആർത്തിയോടെ ഓടിയെത്തിയ നിർമ്മലയും കുലീനയുമായ സ്ത്രീ. അവരുടെ നിർവിശേഷമായ ലാളന അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ കർണന് മറക്കാനാവില്ല. തൻ്റെ മുടിച്ചുരുളുകളിൽ വിരലോടിച്ച ആ മാതാവിൻ്റെ മുഖത്ത് താൻ ദർശിച്ച അപാര വാത്സല്യം. ധന്യനായി മാതാവേ, ശപിക്കപ്പെട്ട എൻ്റെ ജന്മം അമ്മ സനാഥമാക്കി. അമ്മയ്ക്ക് നൽകിയ വാക്ക് ഈ കർണൻ പാലിച്ചിരിക്കുന്നു. 4 പാണ്ഡവരും എൻ്റെ ദയാദാക്ഷിണ്യത്തിന് പാത്രമായി. അവരെയെല്ലാം ഈ ജ്യേഷ്ഠൻ പ്രാണഭിക്ഷ നൽകി മടക്കി അയച്ചിരിക്കുന്നു. എല്ലാം അറിയാവുന്ന കൃഷ്ണൻ എല്ലാറ്റിനും തനിക്ക് അവസരമുണ്ടാക്കി തന്നു. കൃഷ്ണൻ എന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. യുദ്ധരംഗമായിട്ട് പോലും പരസ്പരം കണ്ണുകൾ ഉടക്കുമ്പോൾ തന്നിലേക്ക് മാടി വിളിക്കും പോലെയുള്ള ആ നോട്ടം. നിയന്ത്രണം വിട്ടുപോകുന്ന ആ നിമിഷങ്ങളിൽ താൻ പലപ്പോഴും ഉൾവലിഞ്ഞു. തൻ്റെ ഇഷ്ടത്തിനപ്പുറം ഒന്നും തന്നെ കൊണ്ട് ചെയ്യിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ആത്മാഭിമാനം എനിക്ക് ദാനം തന്ന എൻ്റെ മിത്രമേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണൻ തന്നെ നാളെ ത്യജിക്കുന്നതാണ്. അതിനുമേലെ ഒന്നും രാധേയന് നൽകാനാവില്ല. താങ്കളുടെ മൈത്രീ ബന്ധവും സ്നേഹവായ്പും എന്നും ഈ കർണനോടൊപ്പം ഉണ്ടാകും. ഓർമ്മകളുടെ കയത്തിൽ മുക്തനായ രാധേയൻ എപ്പോഴോ മയക്കത്തിലേക്ക് വഴുതി. യുദ്ധത്തിൻ്റെ 17-ാം ദിവസം സമാഗതമായി. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം തൻ്റെ മെത്തയിൽ ഉപവിഷ്ടനായിരുന്ന ശല്യർ പ്രസന്നഭാവത്തിലായിരുന്നു. യുദ്ധചിന്തകൾ അദ്ദേഹത്തെ തെല്ലുമലട്ടിയിരുന്നില്ല. കൂടാരത്തിലേക്ക് അവിചാരിതമായി കടന്നുവന്ന ദുര്യോധനനെ നോക്കി അദ്ദേഹം മന്ദഹസിച്ചു. ദുര്യോധനൻ ശല്യരെ ഏറ്റവും വിനയാന്വിതനായി പ്രണമിച്ചു. സ്വതവേ സൂത്രശാലിയായ രാജാവിൻ്റെ ഭാവപ്രകടനം കണ്ട് ശല്യർ ചോദിച്ചു, അങ്ങയുടെ അസാധാരണത്വം എന്നെ അസ്വസ്ഥനാക്കുന്നു. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? ശല്യർ ദുര്യോധനനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
തന്നോടൊപ്പം മെത്തയിലിരുത്തി ദുര്യോധനൻ ശല്യരോട് താഴ്മയായി പറഞ്ഞു, അങ്ങ് പൂജനീയനായ മഹാരഥനാണ്. അങ്ങയുടെ കഴിവ് അപാരമാണ്. ഇന്ദ്രൻ പോലും അങ്ങയുടെ വൈഭവത്തിലേറെ പ്രശംസിച്ചിട്ടുണ്ട്. സാരഥ്യകലയിൽ അങ്ങ് കൃഷ്ണനേക്കാൾ എന്തുകൊണ്ടും മേലെയാണ്. അശ്വനിപുണകലയിൽ അങ്ങ് ഏറെ പുകൾപ്പെട്ടവനാണ്. എൻ്റെ ഇന്നത്തെ വൈഷമ്യത്തിന് പരിഹാരം കണ്ടെത്താൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ദുര്യോധനൻ്റെ പ്രശംസ ശല്യരെ പുളകിതനാക്കി. താൻ കൃഷ്ണനേക്കാൾ മേലെയാണ് പോലും. എന്തോ ഒന്ന് ഇദ്ദേഹം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ അംഗീകരിക്കുമോ എന്ന് ഭയക്കുന്നുമുണ്ട്. ശല്യർ ദുര്യോധനൻ്റെ തോളിൽ തട്ടി, പറയൂ രാജാവേ, എന്നെ ഇത്രയും പുകഴ്ത്തിയ രാജാവിന് വേണ്ടി ഞാനും പ്രത്യുപകാരം എന്നാലാവും വിധം ചെയ്തിരിക്കും. ദുര്യോധനൻ പറഞ്ഞു, മഹാത്മാവേ, ഇന്നത്തെ യുദ്ധം രാധേയനെ പോലെ എനിക്കും നിർണായകമാണ്. കൃഷ്ണാർജുനന്മാരെ പോലെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് അങ്ങയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു. ശല്യർ ദുര്യോധനനെ സംശയദൃഷ്ടിയാ നോക്കി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മടിക്കാതെ പറഞ്ഞോളൂ. അങ്ങ് രാധേയൻ്റെ സാരഥ്യമേറ്റെടുക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച ദുര്യോധനൻ്റെ മുഖം കുനിഞ്ഞ് പ്രതീക്ഷിച്ചതുപോലെ ശല്യർ കോപിഷ്ഠനായി. ദുര്യോധന, നാവിൽ നിന്ന് വീണുപോയ ഒരു പ്രശംസയുടെ മറവിൽ നീ എന്നെ കബളിപ്പിച്ച് നിന്റെ പക്ഷം ചേർപ്പിച്ചു. വാക്ക് പാലിക്കാൻ ഞാനും നിർബന്ധിതനായി. എന്നാൽ താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ശ്രേഷ്ഠകുലത്തിൽ പിറന്ന ക്ഷത്രിയനും ഒരു രാജ്യം നല്ല രീതിയിൽ ഭരിക്കുന്ന രാജാവുമാണ്. ഒരു താഴ്ന്ന പ്രവൃത്തിയും ഞാൻ ഇന്നോളം ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. താങ്കൾ എന്നെ ഈ വിധം അപമാനിച്ചാൽ ഇന്നു തന്നെ ഞാൻ എൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്നതാണ്. ദുര്യോധനൻ്റെ കണ്ണുകളിൽ നേർത്തുള്ളി പൊടിഞ്ഞു. അദ്ദേഹം ശല്യരുടെ കാൽക്കൽ വീണു. ക്ഷമിക്കണം, അങ്ങയുടെ വലിപ്പത്തെ ഞാൻ ഒരിക്കലും ചെറുതായി കണ്ടിട്ടില്ല. യുദ്ധത്തിൽ ജയിക്കാനുള്ള അവസാന ശ്രമമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. അങ്ങയുടെ സാരഥ്യത്തിൽ രാധേയൻ ഈ യുദ്ധം ജയിക്കുമെന്ന് ഞാൻ ഉറച്ചുപോയി. അപരാധമെങ്കിൽ മാപ്പ്. ദുര്യോധനാശ്രുക്കൾ ശല്യപാദം നനച്ചു. ശല്യർ സന്തുഷ്ടനായി. ദുര്യോധന, ഏറെ ദുഷ്ടത ഉണ്ടെങ്കിലും നിന്നിലെ ചില നന്മകൾ ശ്ലാഘനീയമാണ്. നിനക്ക് വേണ്ടി ഞാനൊരു സൂതൻ്റെ സാരഥ്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ചില നിബന്ധനകൾ താങ്കൾ പാലിക്കുമെങ്കിൽ മാത്രം. ദുര്യോധനൻ ചോദ്യരൂപേണ ശല്യരുടെ മുഖഭാവം വീക്ഷിച്ചു. മനുഷ്യരിലെ 4 ചെയ്തികളെ ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നു. 1 അപകർഷതാബോധത്താൽ ആത്മനിന്ദ ചെയ്യുക. 2 ആത്മപ്രശംസ. 3 അന്യരുടെ കുറ്റവും കുറവും പറഞ്ഞ് കൊണ്ടിരിക്കുക. 4 വീരസ്യം ഭാവിക്കുക. ഇവ മറ്റുള്ളവർക്ക് നിസാരമെന്ന് തോന്നുമെങ്കിലും സ്വയം വിനാശത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഇവയിൽ ഏതെങ്കിലും താങ്കളുടെ കർണനിൽ കണ്ടാൽ ഞാൻ അയാളെ ക്രൂരമായി ശാസിക്കും. എൻ്റെ നിശ്ചിത വാക്കുകൾക്ക് അസ്ത്രത്തിൻ്റെ മുനയാണെന്നറിയുക. എല്ലാ നിബന്ധനകൾക്കും വിധേയനാണെന്ന് ദുര്യോധനൻ തലകുലുക്കി സമ്മതിച്ചു. മടങ്ങിവന്ന ദുര്യോധനൻ താൻ നേടിയെടുത്ത സുലഭ വിജയം മിത്രത്തോട് പങ്കുവച്ചു. ശല്യരുടെ സാരഥ്യത്തിൽ ഇന്ന് അങ്ങ് അർജുനനെ ജയിച്ചിരിക്കും. അങ്ങ് സന്തുഷ്ടനായില്ലേ കർണ? വാക്കുകൾ വിതുമ്പിയ ആ നിമിഷം രാധേയൻ തൻ്റെ ആത്മമിത്രത്തെ ഗാഠം പുണർന്നു. തനിക്കു വേണ്ടി ദുര്യോധനൻ ശല്യരുടെ കാല് പിടിച്ചു കാണും. ആരുടെ മുമ്പിലും കുനിയാത്ത ഈ ശിരസ് എത്രമാത്രം താഴ്ന്നു കാണും. രാധേയൻ്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞു വീണ അശ്രുക്കൾ ദുര്യോധനൻ്റെ തോളിൽ പതിച്ചു. എന്ത്? എൻ്റെ സുഹൃത്തിൻ്റെ കണ്ണിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത അശ്രുക്കൾ. എന്തുപറ്റി കർണ? ഏതോ ദുഃഖം അങ്ങയെ വല്ലാതെ മതിക്കുന്നു. പറയൂ. നമ്മുടെ മൈത്രി ബന്ധത്തിൻ്റെ ദൃഢതയെപ്പറ്റി ഞാനൊരു നിമിഷം ചിന്തിച്ചുപോയി. അങ്ങെനിക്ക് ജീവനും ആത്മാവുമാണ്. ഞാൻ എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് അങ്ങയ്ക്ക് വേണ്ടി പൊരുതും. ശേഷം വിധിക്ക് വിടാം. നേർത്ത ഭയം ഗ്രസിച്ച ദുര്യോധനൻ രാധേയൻ്റെ തോളിൽ തട്ടി മുറിക്ക് പുറത്തു കടന്നു. വീണ്ടും അദ്ദേഹം ശല്യരുടെ കൂടാരത്തിലെത്തി. മഹാത്മാവേ, എനിക്ക് അങ്ങയോട് ചിലത് ഉണർത്താനുണ്ട്. വിനയാന്വിതനായ ദുര്യോധനനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് ശല്യർ പറഞ്ഞു. പറയൂ രാജാവേ. ദുര്യോധനൻ പറഞ്ഞു, പ്രഭു, നമ്മളേവരും കരുതും പോലെ കർണൻ സൂതപുത്രൻ അല്ലെന്ന് എനിക്ക് വളരെ കാലമായി ഒരു തോന്നലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദിത്യമാർന്ന നടപ്പും വിരിഞ്ഞ മാറിടവും മറ്റാരിലും കാണാത്ത മുഖകാന്തിയും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. രാധേയനൊരു സൂതപുത്രനാവില്ല. ഏതോ ഉത്കൃഷ്ടമായ കുടുംബത്തിലെ സ്ത്രീക്കുണ്ടായ പുത്രനാണ് അയാളെന്ന് എനിക്ക് തോന്നുന്നു. ഏതോ ദേവനായിരിക്കും അയാൾക്ക് ജന്മം നൽകിയത്. രാധേയൻ്റെ അപ്രമേയ വ്യക്തിത്വം പലപ്പോഴും എൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ടുണ്ട്. എന്നെങ്കിലും എല്ലാം വെളിവാകുമെന്ന് എനിക്കുറപ്പുണ്ട്. ഒരു സൂതപുത്രന് വേണ്ടി രഥം തെളിക്കേണ്ടി വന്ന ദുഃഖം ഒരിക്കൽ അങ്ങക്ക് അഭിമാനത്തിന് ഇട നൽകും. ശല്യർക്ക് ദുര്യോധനനോട് ഏറെ അനുകമ്പ തോന്നി. അദ്ദേഹം രാജാവിനെ ആശ്ലേഷിച്ചു. താങ്കളുടെ വിനയഭാഷണം എൻ്റെ മനസ്സ് കുളിർപ്പിച്ചു. ഞാൻ അങ്ങയെ ഏറെ ഇഷ്ടപ്പെടുന്നു. അങ്ങേക്ക് സന്തോഷം നൽകുന്ന വിധം ഞാനിന്ന് യുദ്ധരംഗത്ത് എൻ്റെ സർവ്വ കഴിവും പ്രയോഗിക്കും. ശല്യരുടെ സത്യസന്ധത അങ്ങേക്ക് മുൻകൂട്ടി അറിയാവുന്നതാണല്ലോ. ചിരിച്ച് ദുര്യോധനൻ്റെ തോളിൽ തട്ടി അദ്ദേഹം അശ്വാലയത്തിലേക്ക് നീങ്ങി. കടന്നുവന്ന രാധേയൻ ശല്യരെ വണങ്ങി. മഹാപ്രഭു, അങ്ങയുടെ ഉചിത വാക്കുകളാൽ ഞാൻ അഭിമാനിതനായിരിക്കുന്നു. അങ്ങയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അവർ മൂവരും പരസ്പരം മന്ദഹസിച്ചു.
ശല്യർ രാധേയൻ്റെ രഥം സജ്ജമാക്കി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിച്ചു. രാധേയൻ രഥത്തെ പ്രദക്ഷിണം വെച്ച് പിന്നീട് തൻ്റെ പിതാവായ സൂര്യദേവനെയും ശല്യർ മഹാരഥത്തിൽ ആദ്യം കയറാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. തൻ്റെ മിത്രത്തെ ഒന്നുകൂടി ഗാഢമായി ആശ്ലേഷിച്ച് രാധേയൻ രഥത്തിൽ കയറി. വിജയീഭവ, ദുര്യോധനൻ സുഹൃത്തിനെ ആശീർവദിച്ചു. രഥം പാണ്ഡവസേനയെ ലക്ഷ്യമാക്കി നീങ്ങി. കണ്ണിൽ നിന്ന് തേര് മറയുവോളം ദുര്യോധനൻ നിന്ന നിൽപ്പിൽ നിന്നു. ഒന്നുകൂടി കർണനെ ആശ്ലേഷിക്കാൻ ആ മനം കൊതിച്ചു. രാധേയൻ്റെ രഥം യുദ്ധരംഗത്തേക്ക് തിരിച്ചു. ആവേശത്താൽ രാധേയൻ പുളകിതനായി. ശല്യരെ, രഥം പാണ്ഡവരെ ലക്ഷ്യമാക്കി നയിക്കൂ. എനിക്കിന്നു തന്നെ അവരെയെല്ലാം വധിച്ചെൻ്റെ മിത്രത്തിന് കീർത്തി നേടിക്കൊടുക്കണം. ശല്യർ ഒരിക്കൽ താൻ യുധിഷ്ഠിരന് നൽകിയ വാക്കുകൾ ഓർത്തു. ആസന്നമായ കുരുക്ഷേത്ര യുദ്ധത്തിൽ അങ്ങൊരു നാൾ രാധേയൻ്റെ സാരഥ്യം വഹിക്കാൻ ഇടവരും. അന്ന് അങ്ങയുടെ മൂർച്ചയുള്ള വാക്കുകളാൽ ഞങ്ങൾക്ക് വേണ്ടി രാധേയനെ നിന്ദിച്ച് സംസാരിക്കണം. നിശിതമായ അങ്ങയുടെ വാക്കുകൾ രാധേയനെ തളർത്തുന്നത് ഞങ്ങൾക്ക് ഗുണമായി ഭവിക്കും. യുധിഷ്ഠിരൻ്റെ ദീർഘദൃഷ്ടിയെ ശല്യർ മനസാ അഭിനന്ദിച്ചു. കർണ, താങ്കൾ ദുര്യോധനൻ്റെ അന്നാംശം ഭക്ഷിച്ച് മതിച്ചു വളർന്ന് വെറുമൊരു കാകൻ മാത്രമാണ്. താങ്കൾക്കൊരിക്കലും ഹംസമാകാൻ കഴിയില്ല. അർജുനനെ കൊല്ലും പോലും. നിറഞ്ഞ പുച്ഛഭാവത്തോടെ ശല്യർ വീണ്ടും ആവർത്തിച്ചു. താങ്കൾ മൂഢസ്വർഗത്തിൽ വസിക്കുന്ന വെറും നാട്യക്കാരനാണ്. അമിതാവേശം അപകടം ക്ഷണിച്ചു വരുത്തും. നിമിത്തങ്ങൾ പലതും തനിക്ക് പ്രതികൂലമാണെന്ന് രാധേയൻ ജ്ഞാനദൃഷ്ട്യാ മനസ്സിലാക്കി. ശല്യർ പറയും പോലെ താൻ വിധിയുടെ മുന്നിൽ നാട്യക്കാരനാകും തീർച്ച. അല്ലെങ്കിൽ തന്നെ കർണജന്മം വിധിയുടെ വിളയാട്ട് വമ്പരമല്ലേ? ഇന്നു മാത്രം അത് തിരിച്ചാകാൻ തരമില്ല. വിധിക്ക് പോലും ലജ്ജ തോന്നും വിധം താനിന്ന് പോരാടും. എൻ്റെ ജീവൻ്റെ അവസാന തുള്ളി രക്തം വരെ ഞാൻ എൻ്റെ ദുര്യോധനന് വേണ്ടി സമർപ്പിക്കും. ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് രാധേയൻ പറഞ്ഞു. ശല്യർ, അങ്ങൊരു മഹാരഥനാണ്. ഞാൻ ഒരിക്കലും താങ്കൾക്ക് സമനയല്ല. എല്ലാം എനിക്കറിയാം. അർജുനൻ ഈ യുദ്ധത്തിൽ ജയിക്കാനുള്ള കരുക്കൾ വിധി എന്നേ നീക്കിക്കഴിഞ്ഞു. ഈ നേർക്കുനേർ യുദ്ധം വെറുമൊരു പ്രഹസനം മാത്രം. എങ്കിലും ഞാൻ ശക്തമായി പോരാടും. വിധിയെ തോൽപ്പിക്കുന്ന യശസ്സും കീർത്തിയും ഞാൻ നേടിയിരിക്കും. ശല്യർക്ക് കുറ്റബോധം തോന്നി. രാധേയ, ക്ഷമിക്കുക. ഞാനിനി നിങ്ങളെ നിന്ദിക്കും വിധം സംസാരിക്കില്ല. താങ്കൾ വിധിക്കെതിരെ ശക്തമായി പോരാടുക. ഞാൻ പൂർണ്ണ മനസ്സോടെ താങ്കളോട് സഹകരിക്കുന്നു. അവർ പരസ്പരം കൈകോർത്തു. കർണൻ്റെ വ്യൂഹക്രമീകരണത്തെ മറികടക്കും രീതിയിൽ പാണ്ഡവരും സൈന്യത്തെ ക്രമീകരിച്ചു. അർജുനൻ രാധേയനെ നേരിടണമെന്ന് യുധിഷ്ഠിരൻ നിർദ്ദേശിച്ചു. നകുലൻ രാധേയ പുത്രന്മാരോടും ഏറ്റുമുട്ടും. ഭീമൻ ദുര്യോധനനെ നേരിടാൻ ധാരണയായി. സാത്യകി കൃതവർമാവിനെ നേരിടുമ്പോൾ ദൃഷ്ടദ്യുമ്നൻ അശ്വത്ഥാമാവിനെ നേരിടും. ത്രികർത്തന്മാർ തുടക്കത്തിൽ തന്നെ പതിവ് പോലെ അർജുനനെ പോരിന് വിളിച്ചു. അർജുനൻ ഒറ്റയ്ക്കവരെ നേരിടാൻ തുടങ്ങി. അർജുനൻ യുദ്ധത്തിൻ്റെ ഒരവസരത്തിൽ പോലും സൈന്യത്തെ കൂടെ കൂട്ടിയിരുന്നില്ല. കാലകേയന്മാരും നിവാദ കവചകന്മാരെയും ഒറ്റയ്ക്ക് നേരിട്ട സവ്യസാചിക്ക് കൃഷ്ണ സാരഥ്യത്തിനപ്പുറം ഒരു ശക്തിയുടെ ആവശ്യം വേണ്ടിവരുന്നുമില്ല. രാധേയൻ്റെ രഥചക്രങ്ങൾ സംരക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ സുഷേണനും സത്യസേനനുമായിരുന്നു. യുദ്ധം മുറുകിയപ്പോൾ ഇവരിൽ സത്യസേനനെ ഭീമൻ വധിച്ചു. രാധേയൻ്റെ ശക്തമായ പോരാട്ട വീര്യത്തെ തടുക്കാൻ അന്ന് പാണ്ഡവർ ഏറെ പണിപ്പെടേണ്ടി വന്നു. വളരെ പാണ്ഡവ സൈനികർ മരിച്ചു വീണു. ഏറെ ക്രുദ്ധനായ യുധിഷ്ഠിരൻ രാധേയനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് പോർവിളിച്ചു. തുടക്കത്തിൽ ജയം യുധിഷ്ഠിരനായിരുന്നെങ്കിലും പെടുന്നനെ രാധേയൻ്റെ ആക്രമണം ശക്തമായി. അദ്ദേഹം യുധിഷ്ഠിരൻ്റെ വില്ല് മുറിച്ച് സ്വർണാഭമായ പടച്ചട്ട രാധേയാസ്ത്രത്താൽ കീറി മുറിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മാർവിടത്തിൽ നിന്ന് രക്തകണങ്ങൾ തെറിച്ചു വീണു. ഈ കാഴ്ച രാധേയന് ദുസ്സഹം ആയെങ്കിലും പോരാട്ട വീര്യം ശക്തമായി തുടർന്നു. യുധിഷ്ഠിരൻ ആത്മരക്ഷാർത്ഥം എറിഞ്ഞ കുന്തങ്ങൾ രാധേയാസ്ത്രങ്ങൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി. നിസ്സഹായനായ തൻ്റെ സഹോദരനെ രാധേയൻ പുച്ഛഭാവത്തോടെ അസ്ത്ര അഗ്രം കൊണ്ട് തൊട്ടു. താങ്കൾ പോർവിളിച്ച പോലെ ഞാനൊരു സൂതപുത്രനായിരിക്കാം. എന്നിരുന്നാലും ദുര്യോധനൻ്റെ ആത്മമിത്രമെന്ന പേരിൽ ഞാൻ മരണം വരെ അഹങ്കരിക്കും. എൻ്റെ യുധിഷ്ഠിര, താങ്കൾ എനിക്ക് സമനയല്ല. ഏതോ ഉന്നത ബ്രാഹ്മണകുലത്തിൽ പിറക്കേണ്ട താങ്കൾ എങ്ങനെയോ വഴിതെറ്റി ക്ഷത്രിയ യോനിയിൽ ജനിച്ചുപോയി. ഒരുപക്ഷെ വിധി എന്നോട് കാട്ടിയ ചതി താങ്കളോടും കാട്ടിയിരിക്കും. ഞാൻ ഒരിക്കലും താങ്കളെ വധിക്കില്ല. അതിന് കാരണം കാലം കണ്ടെത്തട്ടെ. എന്നെങ്കിലും ഒരിക്കൽ താങ്കൾ എന്നെക്കുറിച്ചോർത്ത് ഏറെ ദുഃഖിക്കും. എല്ലാം ചെയ്യിക്കുന്ന കാലഗതി അതിനും ഒരവസരം നൽകാതിരിക്കില്ല. പൊയ്ക്കൊള്ളൂ, പോയി വിശ്രമിക്കൂ. രാധേയൻ തൻ്റെ കണ്ണുകൾ നിറയ്ക്കാൻ ഇട നൽകാതെ പോർക്കളത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് നീങ്ങി. പ്രിയപ്പെട്ട അമ്മേ, താങ്കൾ തള്ളിക്കളഞ്ഞ ഈ പുത്രൻ അമ്മയുടെ 4 മക്കൾക്കും പ്രാണഭിക്ഷ നൽകിയിരിക്കുന്നു. ഭവതി എന്നോട് പറയാതെ പറഞ്ഞ ആ വാക്ക് ഞാനൊന്ന് കടമെടുക്കുന്നു. ഞാൻ പാലൂട്ടി വളർത്തിയ 3 മക്കളേക്കാൾ എത്രയോ മേലെയാണ് ഞാൻ ഒരിക്കൽ പോലും ലാളിക്കാത്ത ഈ പൊന്നോമന. അമ്മേ, കർണൻ വാക്ക് പാലിച്ചിരിക്കുന്നു. ജ്യേഷ്ഠനെ ക്രൂരമായി പീഡിപ്പിച്ച രാധേയനെ നേരിടാൻ ഭീമൻ തയ്യാറായി. ഭീമൻ്റെ കണ്ണിൽ അസാധാരണ ക്രുദ്ധത ശല്യർ ദർശിച്ചു. അദ്ദേഹം രാധേയനോട് പറഞ്ഞു. രാധേയ, ഭീമൻ അതീവ കോപിഷ്ഠനായി താങ്കളുടെ നേരെ വരികയാണ്. ശക്തമായ പോരാട്ടം സുനിശ്ചിതം. ശരിയാണ് മഹാപ്രഭു. ഞാൻ യുധിഷ്ഠിരനെ അപമാനിച്ചത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നു. പാണ്ഡവർക്ക്, പ്രത്യേകിച്ച് ഭീമന് തൻ്റെ ജ്യേഷ്ഠൻ ദൈവതുല്യനാണ്. തൻ്റെ സഹോദരങ്ങളുടെ ഭക്തിയും സ്നേഹവും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ഭീമൻ കർണനെതിരെ ശക്തമായി പോരാടി. അദ്ദേഹത്തിൻ്റെ അനിയന്ത്രിത കോപത്തെ തളക്കാൻ കർണന് കഴിഞ്ഞില്ല. ഭീമാസ്ത്രങ്ങളേറ്റ്
കർണൻ ബോധരഹിതനായി. രാധയ, എൻ്റെ ജ്യേഷ്ഠനെ അപമാനിച്ച താങ്കളുടെ നാവ് ഞാനിന്ന് പിഴുതെടുക്കുന്നുണ്ട്. ക്രുദ്ധനായി ബോധരഹിതനായ രാധയനെ സമീപിച്ച ഭീമനോട് ശല്യർ അത്യന്തം കോപാകുലനായി. അരുത് ഭീമ, ബോധരഹിതനായ രാധയനെ ഒഴിവാക്കൂ. രാധയനെ കൊല്ലേണ്ട ഉത്തരവാദിത്തം അർജുനനാണ്. അയാളുടെ ശപഥം നിറവേറ്റാൻ താങ്കളും സഹകരിക്കണം. ദയവായി തിരിച്ചു പോകൂ. ഭീമ. ശല്യരുടെ വാക്കുകൾ ഭീമന്റെ ദുഷ്ടചിന്തയ്ക്ക് അയവ് വരുത്തി. ഭീമൻ രാധയെ രക്ഷയ്ക്ക് ദുര്യോധനൻ അയച്ച ധാർത്തരാഷ്ട്രരെ സൈന്യത്തിനിടയിൽ നിന്ന് തിരിഞ്ഞു പിടിച്ചു വധിച്ചു. കൊന്നവരുടെ എണ്ണം പോലും എത്രയെന്ന് ഭീമൻ മറന്നു. രാധേയനോട് എതിർക്കുന്നതിൽ നിന്ന് അർജുനനെ പിന്തിരിപ്പിക്കാൻ പലരും പോർവിളിയുമായി പിന്നാലെ എത്തി. സംശപ്തകന്മാർ യുദ്ധ ആരംഭം മുതൽ അർജുനനെ പോർവിളിക്കുകയാണ്. ഒരു ദിവസം കുറേ സൈന്യത്തെ പരാജയപ്പെടുത്തി അയക്കുമ്പോൾ അടുത്ത ദിവസം അവർ മറ്റൊരു സൈന്യവുമായി എത്തുകയാണ്. പോർവിളി സ്വീകരിക്കാതെ പിന്തിരിയുന്നത് യോദ്ധാവിന് ഭൂഷണമല്ല. സംശപ്തകന്മാരെ പരാജയപ്പെടുത്തി പ്രധാന യുദ്ധരംഗത്തേക്ക് മടങ്ങിയെത്തിയ അർജുനൻ യുധിഷ്ഠിരന്റെ അഭാവം തിരിച്ചറിഞ്ഞു. ഇതേ സമയം വീണ്ടും കർണനോട് ഏറ്റുമുട്ടി. കീറി മുറിക്കപ്പെട്ട ശരീരവുമായി പിന്തിരിയേണ്ടി വന്ന യുധിഷ്ഠിരൻ തൻ്റെ കൂടാരത്തിൽ അസഹനീയമായ വേദന കടിച്ചമർത്തി ഇരുന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത പല വഴിക്കും തിരിഞ്ഞു. കർണൻ ഇന്ന് തന്നെ ബ്രാഹ്മണ യോനിയിൽ പിറന്ന ക്ഷത്രിയൻ എന്ന് വിളിച്ച് നിന്ദ്യമായി അപലപിച്ചു. എന്നാൽ ഈ പരിഹാസം അർജുനനാണ് ഏറ്റവും ഉചിതം. രാധേയനെ കൊല്ലുമെന്ന് പറഞ്ഞ് വീമ്പിളക്കുക അല്ലാതെ അയാൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല. ഇന്ന് തന്നെ അയാളത് ചെയ്തില്ലെങ്കിൽ പാണ്ഡവരുടെ ഭാവി എന്താകും? പിന്നീട് ഒരിക്കലും പാണ്ഡവസേനയ്ക്ക് ജയപ്രതീക്ഷ വേണ്ട. ചിന്തയുടെ ചുടിൽ മയക്കത്തിലേക്ക് വഴുതി വീണ യുധിഷ്ഠിരൻ സൗമ്യവും ശാന്തവുമായൊരു ശബ്ദം കേട്ടു. യുധിഷ്ഠിര, ഞാൻ അങ്ങേക്ക് നേടിത്തരാമെന്നത് ഏറ്റത് ചെയ്തിരിക്കും. എൻ്റെ ഭക്തനെ ആരെല്ലാം കൈവിടിഞ്ഞാലും അവനെ ഞാൻ സംരക്ഷിക്കും. ഇത് കൃഷ്ണവാക്കാണ്. നിശ്ചിന്തനാകൂ. എൻ്റെ പ്രഭു, എല്ലാം എനിക്കറിയാം. യുധിഷ്ഠിരൻ്റെ നേത്രങ്ങൾ സജ്ജലങ്ങളായി. ഇന്നും അവശതയിൽ ഓരോ ഭക്തനും ഈ സാന്നിധ്യം തിരിച്ചറിയുന്നു. പലപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത വിധം നമ്മൾ വാദങ്ങൾ നിരത്തി പിന്തിരിയുന്നു. ജ്യേഷ്ഠനെപ്പറ്റി അർജുനൻ ഭീമനോട് തിരക്കി. ഭീമൻ പറഞ്ഞു, പ്രിയ അനിയ, നമ്മുടെ ജ്യേഷ്ഠനെ രാധേയൻ ക്രൂരമായി പീഡിപ്പിച്ചു, ഏറെ അപമാനിച്ചു. ക്ഷീണിതനായ അദ്ദേഹം കൂടാരത്തിൽ വിശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് തന്നെ ഇതിന് പ്രതികാരം ചെയ്യണം. തൻ്റെ ജ്യേഷ്ഠനെ ഏറ്റ അഭിമാനം ഭീമൻ്റെ രക്തം തിളപ്പിച്ചു. ശരി ജ്യേഷ്ഠ, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി ഉടൻ മടങ്ങിയെത്താം. അർജുനനും കൃഷ്ണനും കൂടാരത്തിലേക്ക് കടന്നപ്പോൾ ഏറെ ആകാംക്ഷയോടെ യുധിഷ്ഠിരൻ ചാടി എഴുന്നേറ്റു. അങ്ങേക്കത് സാധിച്ചുവോ? സൂതപുത്രനെ അങ്ങ് എങ്ങനെ വധിച്ചു? യുധിഷ്ഠിരൻ്റെ ഭാവപ്രകടനം ആ നിമിഷം കൃഷ്ണനെ പോലും അമ്പരിപ്പിച്ചു. രാധേയൻ്റെ മരണം അത്രമാത്രം യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നു. കർണൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും പാണ്ഡവരുടെ നാശമാണെന്ന് ഈ ശുദ്ധാത്മാവ് കരുതുന്നു. അർജുനൻ ജ്യേഷ്ഠനെ പ്രണമിച്ചു. യുദ്ധരംഗത്ത് താങ്കളെ കാണാതെ ഞാൻ ഏറെ വിഷമിച്ചു. പരിക്കേറ്റ അങ്ങയെ ആശ്വസിപ്പിക്കാനാണ് ഞാൻ യുദ്ധരംഗത്ത് നിന്ന് തിടുക്കപ്പെട്ട് ഇവിടെ എത്തിയത്. ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം ഞാൻ കാക്ഷിക്കുന്നു. അർജുന, താങ്കൾ ഈ ദിവസം ചെയ്ത ഏറ്റവും ബുദ്ധിമോശമായ പ്രവൃത്തിയാണിത്. രാധേയൻ വധിക്കപ്പെടും വരെ എൻ്റെ മനസ്സിന് ശാന്തി കിട്ടില്ല. അങ്ങ് മൗഢ്യം കളഞ്ഞ് ഉടൻ തന്നെ മടങ്ങുക. യുധിഷ്ഠിരൻ കോപാകുലനാകുന്ന കണ്ടപ്പോൾ കൃഷ്ണൻ ഇടപെട്ടു. താങ്കൾ ഈ പ്രാർത്ഥനയെ അനുഗ്രഹിക്കൂ. താങ്കളുടെ അനുഗ്രഹം ഏറെ വിലപ്പെട്ടതാണ്. ജാള്യത മറച്ചുകൊണ്ട് യുധിഷ്ഠിരൻ സഹോദരനെ ആശീർവദിച്ചു. കൃഷ്ണാർജുനന്മാർ യുദ്ധരംഗത്ത് തിരിച്ചെത്തി. ഭീമനും അർജുനനും ഒത്തുചേർന്ന് ശത്രു സൈന്യത്തെ നേരിടാൻ തുടങ്ങി. ഈ സമയം ദുശാസനൻ ഭീമന്റെ മുന്നിലെത്തപ്പെട്ടു. വരൂ ദുശാസന, താങ്കളെ എത്ര നാളായി ഞാൻ തിരയുന്നു. നമുക്കൊന്ന് ബലാബലം പരീക്ഷിക്കാം. ഭീമന്റെ പോർവിളി ദുശാസനനെ ഗർവിഷ്ഠനാക്കി. ഞാനും താങ്കളുമായി ഒന്ന് നേർക്കുനേർ പൊരുതാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ജയം എനിക്ക് തന്നെയാണ്. ഭീമൻ പ്രതിയോഗിയുടെ ജൽപ്പനം പുഞ്ചിരിച്ചു തള്ളി. ധർമ്മിഷ്ഠനായ ഞങ്ങളുടെ പത്നിയുടെ മുടി പിടിച്ചിഴച്ച് കൗരവസഭയിലേക്ക് കൊണ്ടുവന്ന പോലെയാകില്ല ദുശാസന ഈ പോരാട്ടം. വർഷങ്ങളായി ഊണിലും ഉറക്കത്തിലും എൻ്റെ ദ്രൗപദിയുടെ കണ്ണീർ എൻ്റെ ഹൃദയം മതിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ ഹൃദയരക്തം കൊണ്ടെനിക്ക് കടം വീഴണം. ഭീമന്റെ വാക്കുകൾ നിസാരമായി തള്ളിക്കൊണ്ട് ദുശാസനൻ പറഞ്ഞു, നിങ്ങളുടെ ദ്രൗപദി ധർമ്മിഷ്ഠയാണ് പോലും. ഒരേ സമയം പലരുമായി ഉറക്കറ പങ്കുവെക്കുന്നത് കുലസ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള ധർമ്മം ആകുന്നത് എങ്ങനെയാണ്? ഹീനയായ വേശ്യയുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ പത്നി ചെയ്യുന്നത്. എന്തിന് അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നു? നിങ്ങളുടെ അമ്മയായ കുന്തിയുടെ നിഷ്ഠയും അതായിരുന്നില്ലേ? അമ്മയ്ക്ക് ചേരുന്ന മരുമകൾ. നിങ്ങളെപ്പോലെ പല തന്തയ്ക്ക് പിറന്ന മക്കൾ ഉഴവും കാത്ത് പത്നിയുടെ ഉറക്കറയ്ക്ക് മുന്നിൽ കാവലിരിക്കുന്നു. അവരാണോ കുലസ്ത്രീ? ലജ്ജയില്ലേ നിങ്ങൾക്ക് അവരുടെ പേരിൽ എന്നെപ്പോലുള്ള ക്ഷത്രിയരെ പോർവിളിക്കാൻ? ഭീമന്റെ മുഖം ഏറെ രൗദ്രമായി. കണ്ടു നിൽക്കുന്നവരിൽ ഭയം ജനിപ്പിക്കുന്ന വിധം അത് ഭീവത്സമായി തീർന്നു. ഭീമൻ ദുശാസനന്റെ വാക്കുകൾ പുഞ്ചിരിച്ചു തള്ളി. നീ വളച്ചൊടിക്കും പോലെയല്ല സത്യം. ഈ ലോകരറിയാൻ ഭീമൻ പറയുന്നു. ഞങ്ങൾ 5 പേരും ചേർന്ന് വേളി കഴിച്ച ഞങ്ങളുടെ ധർമ്മപത്നിയാണ് ദ്രൗപദി. ഹോമാഗ്നി സംഭൂതയായ അവളുടെ ജന്മം തന്നെ ദൈവനിയോഗമാണ്. മഹത്തരമാണ് അവളുടെ ജന്മദൗത്യം. എൻ്റെ അമ്മയെ നീ തള്ളിപ്പറഞ്ഞല്ലോ. എന്നാൽ കേട്ടുകൊള്ളൂ, ഞങ്ങളുടെ അമ്മ ജന്മം നൽകിയത് ദൈവീക ശക്തികളെയാണ്. അതും ദൈവനിയോഗമായി കുറിക്കപ്പെട്ടിരിക്കുന്നു. ലോകർക്കും ഋഷികുലത്തിനും ഈ സത്യമറിയാം. എന്നാൽ നിന്റെ മാതാവ് അത്യാർത്തി മൂലം കാട്ടിക്കൂട്ടിയത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ജന്മം നൽകിയതോ കുലഹന്താക്കളായ നിന്നെപ്പോലുള്ള പുത്രന്മാരെയും. ക്രുദ്ധനായ ഭീമൻ ഗദയും ഓങ്ങി ദുശാസനു നേരെ പാഞ്ഞെത്തി. ദുശാസനൻ ഏറെ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും ഭീമൻ തൻ്റെ ഗദ കൊണ്ട് അയാളെ അടിച്ചു താഴെയിട്ടു.
പ്രാണരക്ഷാർത്ഥം പിടയുന്ന ദുശാസനനെ രക്ഷിക്കാൻ പ്രജ്ഞ നശിച്ചുപോയ ആ നിമിഷത്തിൽ ആർക്കും ആയില്ല. ഭീമൻ ക്ഷണത്തിൽ ദുശാസനന്റെ കഴുത്തിൽ കടന്നു പിടിച്ചു. മിഴിച്ചു നിന്ന ദുര്യോധനനെ നോക്കി ഭീമൻ അട്ടഹസിച്ചു. ദുര്യോധന, താങ്കളാണ് എല്ലാ ക്രൂരതക്കും ഉത്തരവാദി. ഞാനിതാ താങ്കളുടെ അനിയന്റെ ഹൃദയരക്തം പാനം ചെയ്യാൻ പോകുന്നു. ഭീമന്റെ വാക്കുകൾ പാഴായില്ല. നീ എന്നെ ഭത്സിച്ചില്ലേ? ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഞൊടിയിടയിൽ ഭീമൻ ദുശാസനന്റെ മാറിടം വാൾ കൊണ്ട് പിളർന്നു. പുറത്തേക്കു തള്ളിയ ഹൃദയരക്തം ഭീമൻ പാനം ചെയ്തു. ആ അട്ടഹാസം ദിഗന്ധം വിറപ്പിച്ചു. ആർക്കും ഒന്നും ചെയ്യാനാവാത്ത വിധം രംഗം ഭയാനകമായി. രക്തം ഒലിച്ചിറങ്ങുന്ന ചുണ്ടോടെ ഭീമൻ പുലമ്പി. ദുശാസന, ഗത കൊണ്ട് നിന്റെ കൈ തകർത്ത് ഞാൻ എൻ്റെ പ്രിയതമയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചിരിക്കുന്നു. നിന്റെ രക്തം പാനം ചെയ്തെൻ്റെ ശപഥവും നിറവേറ്റിയിരിക്കുന്നു. ദുഃഖം കൊണ്ട് കർണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത്രയും ക്രൂരത അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരുന്നില്ല. ശല്യർക്ക് കർണനോട് സഹതാപം തോന്നി. രാധയ, താങ്കൾ ഈ വിധം ദുഃഖിതനാകരുത്. യുദ്ധമായാൽ ജയത്തിനു വേണ്ടി എന്ത് ക്രൂരതയുമുണ്ടാകും. ഈ ദുഃഖം താങ്കളെ തളർത്തുന്നത് എനിക്ക് സഹിക്കില്ല. താങ്കൾ ഒരാളെ ഇനി രാജാവിനെ സഹായിക്കാൻ പ്രാപ്തനായുള്ളൂ. കർമ്മനിരതനായാലും ഞാൻ താങ്കളെ ഇവിടെ നിന്ന് ക്ഷണത്തിനുള്ളിൽ അർജുന സമക്ഷം എത്തിക്കുന്നതാണ്. ശല്യർ രഥം അർജുനനെ ലക്ഷ്യമാക്കി തെളിച്ചു. ഇതിനിടയിൽ തൻ്റെ പുത്രൻ വൃഷസേനൻ അർജുനാസ്ത്രങ്ങളേറ്റി മരണപ്പെടുന്നതും രാധയൻ കാണാനിടയായി. രാധയൻ്റെ ദുഃഖം അർജുനോടുള്ള കടുത്ത കോപമായി ആളിക്കത്തി. ഏതു വിധേനയും അർജുനനെ കൊല്ലാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇരു രഥങ്ങളും നേർക്കുനേർ നിന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി രാധേയൻ ശല്യരുടെ മുഖഭാവം ശ്രദ്ധിച്ചു. പ്രഭോ, ഞാൻ ഈ യുദ്ധം ദുര്യോധനന് അനുകൂലമാകണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ വിധി എനിക്ക് പ്രതികൂലമായാൽ അങ്ങ് എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ശല്യരുടെ മനസ്സ് കർണനോടുള്ള സ്നേഹത്താൽ വിങ്ങി. ഏറെ ധീരനായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനടിഞ്ഞു. രാധയ, താങ്കൾ ഈ യുദ്ധം ജയിക്കുമെന്നാണ് എനിക്ക് ഉറപ്പ്. അഥവാ മറിച്ചായാൽ ഞാൻ അർജുനനെയും കൃഷ്ണനെയും കൊന്ന് അങ്ങയുടെ മരണത്തിന് പകരം വീട്ടിയിരിക്കും. ഏറെ സമാനത കലർന്ന ഇതേ ചോദ്യം അർജുനൻ കൃഷ്ണനോടും ചോദിച്ചു. പ്രഭു, അങ്ങ് പറയും പോലെ ഈ നേട്ടം എനിക്ക് സാധിക്കാതെ വന്നാൽ അങ്ങ് എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ദയവായി അങ്ങയുടെ ഈ പാർത്ഥനോട് പറഞ്ഞാലും. കൃഷ്ണൻ പുഞ്ചിരിച്ചു. സൂര്യൻ ആകാശത്ത് നിന്ന് താഴെ പതിച്ചാലും താങ്കൾ പരാജയപ്പെടുക എന്നത് അസംഭവ്യമാണ്. മറിച്ച് കാലഗതി തിരിച്ചായാൽ ഞാൻ ഈ ലോകം തന്നെ അവസാനിപ്പിക്കും, സർവ്വതിനെയും ഭസ്മീകരിക്കും. അവർ രണ്ടുപേരും യുദ്ധത്തിനൊരുങ്ങിയത് അശ്വത്ഥാമാവ് കണ്ടു. ദീർഘദൃഷ്ടിയായ അദ്ദേഹം രാജാവിനെ സമീപിച്ചു. ദുര്യോധന, കൗരവസേനയുടെ അത്യന്ത വിപത്ത് ഞാൻ അറിയുന്നു. നോക്കൂ, അവർ രണ്ടുപേരും പോരിന് തയ്യാറായി കഴിഞ്ഞു. അങ്ങ് ഒരാൾ വിചാരിച്ചാൽ ഈ വിപത്ത് ഒഴിവാക്കാം. ലോകനന്മ ഉറപ്പുവരുത്താൻ ചൊല്ലൂ. പാണ്ഡവർ നല്ലവരാണ്. അവർ ഒരിക്കലും ചെയ്തു പോയ തെറ്റിനെ പേരിൽ അങ്ങയെ പരിഹസിക്കില്ല. ഒരു മൈത്രിക്ക് അങ്ങയുടെ മനസ്സിനെ സജ്ജമാക്കിയാലും. ഭീഷ്മരും ദ്രോണരും പോയി ശേഷിക്കുന്ന രാധേയനെങ്കിലും അങ്ങ് രക്ഷിക്കൂ. ഒന്നും അറിയാതെ ഞാൻ ഈ വിധം സംസാരിക്കില്ല. ആരാണ് എൻ്റെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് ഒരു അനുകമ്പ വളർത്തിയതെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. ദുര്യോധന, അങ്ങ് ഒന്ന് മനസ്സിലാക്കിയാലും. എൻ്റെ അച്ഛൻ്റെ മരണം പോലും അദ്ദേഹത്തിൻ്റെ വിധിയായിരുന്നുവെന്ന് ആശ്വസിക്കാൻ വീണ്ടും എൻ്റെ മനസ്സ് വളർന്നിരിക്കുന്നു. ദുര്യോധന, ഒരു ദൗത്യത്തിന് തയ്യാറാകൂ. അങ്ങ് സമ്മതിച്ചാൽ ഞാനായിട്ട് മുൻകൈയെടുത്ത് എല്ലാം നേരെയാക്കാം. ദുര്യോധന, പറയൂ. ദ്രോണപുത്രൻ ഏറെ അലിവോടെ ദുര്യോധന നിർദ്ദേശം കാത്തുനിന്നു. അദ്ദേഹം അക്ഷമനായി ദുര്യോധനൻ്റെ കൈപ്പടം അമർത്തി. അശ്വത്ഥാമാവേ, അങ്ങ് ഏറെ നല്ലവനും എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവനുമാണ്. എനിക്ക് എൻ്റെ മിത്രത്തോടുള്ള പ്രിയം അങ്ങയോളം മറ്റാർക്കും അറിയില്ല. ഒരുപക്ഷെ നമ്മുടെ പ്രായത്തിൻ്റെ സമാനതകളാകാം. എൻ്റെ പ്രിയ ദുശാസനൻ മരണപ്പെട്ട ശേഷം ഇനിയൊരു പിന്തിരിയൽ അസാധ്യമാണ്. ഒരുപക്ഷെ രാധേയൻ വധിക്കപ്പെട്ടാൽ പിന്നാലെ ഞാനും അദ്ദേഹത്തെ അനുഗമിക്കും. മരണമില്ലാത്ത അങ്ങും കൃപാചാര്യനും എല്ലാറ്റിനും സാക്ഷികളായി ശേഷിക്കും. അങ്ങയോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയും ഞാൻ പറയുന്നു അശ്വത്ഥാമാവേ, എനിക്കിനി ഒരു പിൻവാങ്ങൽ അസാധ്യമാണ്. കുലനാശകനായി ജനിച്ചെന്ന പേരുദോഷം എന്നോടുകൂടി അവസാനിക്കട്ടെ. തലയ്ക്ക് കൈകൊടുത്ത് ദുര്യോധനൻ ഒരു നിമിഷം പോർക്കളത്തിലിരുന്നു. അടുത്ത നിമിഷം കർമ്മോത്സുകനായ ദുര്യോധനൻ രാധേയ രക്ഷയ്ക്ക് ഒരു പറ്റം സൈനികരെ സജ്ജമാക്കി. അവർ അർജുനനും രാധേയനും പരസ്പരം യുദ്ധസന്നദ്ധരായി നിലകൊണ്ടു. പരസ്പരം യുദ്ധം തുടങ്ങി. ആരംഭം സാധാരണ യുദ്ധം പോലെ ശരങ്ങൾ, കുന്തങ്ങൾ ഇവയുടെ പരസ്പര പ്രയോഗം മാത്രമായിരുന്നു. അവർ പരസ്പരം അസ്ത്രാസ്ത്രങ്ങളുടെ മികവ് പരീക്ഷിച്ചു. അടുത്ത നിമിഷം യുദ്ധത്തിൻ്റെ ഗതി വഴിമാറി. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ അഗ്നേയാസ്ത്രത്തെ രാധേയൻ വാരുണാസ്ത്രം കൊണ്ട് തടുത്തു. അർജുനൻ അയച്ച വായവ്യാസ്ത്രത്താൽ മേഘങ്ങൾ ചിന്നിച്ചിതറപ്പെട്ടു. വീണ്ടും സവ്യസാചി ഐന്ദ്രാസ്ത്രം അയച്ച് കൗരവ സൈന്യത്തിനുമേൽ ശരവർഷം തുടങ്ങി. പ്രത്യസ്ത്രമായി രാധേയൻ അത്യന്ത കോപത്തോടെ ഭാർഗവാസ്ത്രം അയച്ചു. അത് വളരെ മഹത്തരവും പരശുരാമദത്തവുമായിരുന്നു. ഭാർഗവാസ്ത്രം അർജുനൻ അയച്ച അസ്ത്രങ്ങളെയെല്ലാം ഖണ്ഡിച്ച് പാണ്ഡവപക്ഷത്തെ ശരം കൊണ്ട് മൂടി. ഭീമൻ അത്യന്തം കോപിഷ്ഠനായി. അർജുന, രാധേയനെതിരായി പ്രതികരിക്കാതെ അങ്ങ് സ്വയം പരിഹാസപാത്രമാവുകയാണ്. എനിക്ക് താങ്കളുടെ നിഷ്ക്രിയാവസ്ഥയിൽ ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ പറയൂ, ഈ കർണനെ ഞാൻ വധിക്കുന്നതാണ്. എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. കൃഷ്ണൻ ഭീമൻ്റെ കോപം ശ്രദ്ധിച്ചു. അർജുന, ഭീമൻ താങ്കളോട് അതീവ കോപിഷ്ഠനാകുന്നത് കണ്ടില്ലേ? അങ്ങ് ആരാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയൂ.
ദാമോത്ഭവനെ നേരിട്ട് താങ്കൾക്ക് രാധേയനെ കൊല്ലാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അങ്ങയുടെ ജന്മം തന്നെ കർണവധം ലക്ഷ്യമാക്കിയാണ്. അങ്ങിലെ ഉണർത്തുക, ശത്രുവിനെ ശക്തമായി നേരിടുക. പൂർവ്വജന്മസ്മൃതിയാൽ കരുത്തു വർദ്ധിച്ച അർജുനൻ കൃഷ്ണനെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു. അഭിമന്ത്രണം ചെയ്തോളൂ പാർത്ഥ. കൃഷ്ണൻ അനുമതി നൽകി. ബ്രഹ്മാസ്ത്രത്തിൽ നിന്നുത്ഭവിച്ച അസംഖ്യം ശരങ്ങളാൽ ദിക്കുകൾ മൂടപ്പെട്ടു. തങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഭാർഗവ ശരങ്ങളിൽ നിന്ന് കൃഷ്ണനും അർജുനനും മുക്തരായി. രാധേയൻ തുടർച്ചയായി ശരപ്രവാഹം നടത്തിക്കൊണ്ടേയിരുന്നു. ഏവരും ആ അനസ്യൂതവും അനായാസവുമായ കരവിരുതിൽ മഗ്നരായി തരിച്ചു നിന്നു. അടുത്ത നിമിഷം അർജുനാസ്ത്രത്താൽ രാധേയന്റെ രഥം മൂടപ്പെട്ടു. ആ ശക്തിപ്രവാഹത്തിൽ കർണൻ മരിച്ചെന്നു തന്നെ എല്ലാവരും തീർച്ചപ്പെടുത്തി. കൗരവർ ഉറക്കെ നിലവിളിയായി, നമ്മുടെ രാധേയൻ, ഭാരതാംബയുടെ ഈ പ്രിയപുത്രൻ, ഞങ്ങളുടെ രക്ഷക്കിനി ആരുണ്ട്? പ്രിയ കർണ, അങ്ങ് വെളിയിൽ വന്നാലും ആ സുന്ദര ദർശനത്താൽ ഞങ്ങളെ ധന്യരാക്കിയാലും പ്രഭു. ആ സ്നേഹസ്വനങ്ങളും പ്രാർത്ഥനയും നൽകിയ കരുത്തിൽ രാധേയൻ ശരകുടം ഭേദിച്ച് വെളിയിൽ വന്നു. ഈ ഘോര അട്ടഹാസങ്ങളും മുറവിളിയും കേട്ടറിഞ്ഞ യുധിഷ്ഠിരൻ തൻ്റെ മുറിവുകളുടെ വേദന അവഗണിച്ച് യുദ്ധരംഗത്ത് ഓടിയെത്തി. ശിബിരത്തിലിരിക്കുന്ന ഓരോ നിമിഷവും അദ്ദേഹം അത്രമേൽ അസ്വസ്ഥചിത്തനായിരുന്നു. ഇന്ദ്രനും സൂര്യനും ദേവകളോടും ഋഷിമാരോടും ചേർന്ന് ആകാശത്ത് നിന്ന് യുദ്ധഗതി വീക്ഷിച്ചു. രാധേയൻ്റെ വിജയവും അർജുനൻ്റെ ഗാന്ധീവവും പരസ്പരം ഏറ്റുമുട്ടുന്നത് സൂര്യനും ഇന്ദ്രനും ഭയത്തോടെ വീക്ഷിച്ചു. അന്തരീക്ഷം ഞാണൊലിയാൽ മുഖരിതമായി. അതിനിടയിൽ കാണികളുടെ ഹർഷാരവങ്ങളും പേടിപ്പെടുത്തുന്ന രോദനങ്ങളും നിറഞ്ഞു നിന്നു. അർജുനൻ്റെ വില്ലിൻ്റെ ഞാണ് രാധേയൻ മുറിച്ചു. ഞൊടിയിടയിൽ അർജുനൻ ഞാണ് മാറ്റിക്കെട്ടി. അത് രാധേയൻ്റെ കരവിരുതിനാൽ നഷ്ടമായി. അടുത്ത ക്ഷണത്തിൽ അർജുനൻ വീണ്ടും സജ്ജനായി. ഈ മായിക വൈദഗ്ധ്യം കർണനിൽ പോലും മതിപ്പുളവാക്കി. അർജുനശരങ്ങളാൽ വീണ്ടും രാധേയൻ മൂടപ്പെട്ടു. രാധേയൻ കോപിഷ്ഠനായി. തൻ്റെ അധീനതയിലുണ്ടായിരുന്ന സർപ്പാകൃതിയിലുള്ള അസ്ത്രങ്ങൾ കൃഷ്ണനെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. ഏറെ മാരകമായ ആ അസ്ത്രങ്ങൾ കൃഷ്ണനുമേൽ പ്രയോഗിച്ചതിൽ അർജുനൻ ക്രുദ്ധനായി. ഇതോടെ അവർ തമ്മിലുണ്ടായിരുന്ന ഏറെ പ്രകടമല്ലാതിരുന്ന സൗമ്യതാ മനോഭാവം പോലും അസ്തമിച്ചു. പോർവിളി ഭയാനകമാം വിധം പേടിപ്പെടുത്തി. അർജുനൻ അയച്ച എണ്ണമറ്റ ശരങ്ങളാൽ ഭീതരായി രാധേയൻ്റെ സമീപം നിന്ന സൈനികർ നാലുപാടും ചിന്നിച്ചിതറി. യുദ്ധഭൂമിയിൽ അവർ രാധേയനെ തനിച്ചാക്കി ആത്മരക്ഷയ്ക്കുള്ള ശ്രമം തുടർന്നു. തിരിച്ചുവന്ന സൈനികരോട് ദുര്യോധനൻ കോപിഷ്ഠനായെങ്കിലും അർജുന ശരപ്രയോഗത്തിൻ്റെ ഭീതിയിൽ അവർക്ക് രാധേയ സമീപമെത്താനായില്ല. രാധേയൻ ഒറ്റയ്ക്ക് ആ അസ്ത്രങ്ങളെല്ലാം ഖണ്ഡിച്ചു. അദ്ദേഹം തൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഏറ്റവും ഘോരമായ നാഗാസ്ത്രം കയ്യിലെടുത്തു. ശക്തിയുടെ അഭാവം ഒരളവ് വരെ നാഗാസ്ത്രം രാധേയന് തുണയായി. അദ്ദേഹം അത് അഭിമന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ കുശാഗ്രബുദ്ധിയായ ശല്യർ ഓർമ്മപ്പെടുത്തി, രാധേയ, നാഗാസ്ത്രം ഒരിക്കലും അർജുനൻ്റെ കഴുത്തിന് നേരെ ഉന്നം വെക്കരുത്. മാറിനെ ലക്ഷ്യമാക്കി അയക്കൂ. അല്ലെങ്കിൽ അതിന് തുണയായി മറ്റൊരു അസ്ത്രം കൂടി അയക്കൂ. ഇല്ലെങ്കിൽ തീർച്ചയായും താങ്കളുടെ ലക്ഷ്യം പിഴക്കും. ശല്യരുടെ വാക്കുകൾ മാനിക്കാനുള്ള മനസ്സ് രാധേയനുണ്ടായില്ല. അദ്ദേഹം സ്വയം തൻ്റെ കാഴ്ചപ്പാടിലും കഴിവിലും ഉറച്ചു നിന്നു. ഒരിക്കൽ ഉന്നം വെച്ചാൽ ഞാൻ ഒരിക്കലും ആരുടെ വാക്ക് മാനിച്ചും ലക്ഷ്യം മാറ്റിപ്പിടിക്കില്ല. ഒന്ന് പിഴക്കുമെന്നോർത്ത് മറ്റൊരു ശരം അയക്കുന്നതും എന്നെപ്പോലൊരു യോദ്ധാവിന് ഭൂഷണമല്ല. കഴിവിനെ കവച്ചു വയ്ക്കുന്ന ആത്മശ്ലാഘി, അതായിരുന്നു കർണൻ്റെ ഒരേയൊരു ദൗർബല്യം. ഏതു വ്യക്തിയുടെയും അസാമാന്യ കഴിവിനെപ്പോലും ചില നിമിഷങ്ങളിൽ ഈ ദൗർബല്യം ഹനിക്കും. രാധേയൻ അർജുനനെ വെല്ലുവിളിച്ചു. അർജുന, ഞാനിതാ നാഗാസ്ത്രം അഭിമന്ത്രിച്ചു കഴിഞ്ഞു. അടുത്ത നിമിഷം അങ്ങയുടെ ശിരസ് വേർപെടും. മരിക്കുന്നതിന് മുൻപ് താങ്കൾ പ്രിയപ്പെട്ടവരെയെല്ലാം ഒന്നുകൂടി നോക്കിക്കണ്ടോളൂ. രാധേയൻ ഞാണിൽ നിന്ന് അസ്ത്രം വേർപെടുത്തി. ഒരു വിദ്യുത് പ്രവാഹം പോലെ അത് അന്തരീക്ഷത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് പാഞ്ഞു. അർജുനൻ വധിക്കപ്പെട്ടു എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചു. കർണാസ്ത്രത്തിൻ്റെ ഉന്നം പിഴയ്ക്കുന്ന രീതിയിലുള്ളൊരു പ്രക്രിയ ആ നിമിഷം സംഭവിച്ചു. കൃഷ്ണൻ തൻ്റെ കുതിരകളെ ബലമായി ഭൂമിയിൽ അമർത്തി. രഥചക്രം 5 വിരൽ താഴ്ന്നു. അർജുനൻ്റെ കിരീടാഗ്രം മുറിച്ചുകൊണ്ട് അസ്ത്രം പാഞ്ഞു. നാഗാസ്ത്രത്താൽ ഇന്ദ്രകിരീടം മുറിഞ്ഞ് താഴെ വീണെങ്കിലും അർജുന ശിരസിനൊന്നും സംഭവിച്ചില്ല. കൃഷ്ണശക്തിക്ക് ബദലായി ഒന്നുമില്ല. ഒരിക്കൽ ദ്രൗപദിയുടെ നഗ്നത കണ്ട് ആസ്വദിക്കാനിരുന്ന കൗരവാദികൾക്ക് മുന്നിലും ഭഗവാൻ ഈ ശക്തി തന്നെ പ്രയോഗിച്ചു. തൻ്റെ ഭക്തരുടെ രക്ഷ ഭഗവാൻ എന്നും പ്രിയപ്പെട്ടതാണ്. ഇത്രമേൽ ഭക്തവാത്സല്യം ആരിലും കാണാൻ കഴിയില്ല. അതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അവിടുത്തെ പാദസ്പർശനമേറ്റ ഈ ഭൂമി ധന്യമാണ് പ്രഭു. എല്ലാം നേരിൽ കണ്ട രാധേയൻ ഒന്നു തീർച്ചയാക്കി, ഇനി അർജുനനെ വധിക്കാനാവില്ല. അവസാനത്തെ ആയുധവും ഭഗവാൻ വിഫലമാക്കിയിരിക്കുന്നു. രാധേയൻ്റെ കണ്ണുകളിൽ അശ്രുക്കൾ നിറഞ്ഞു. അടുത്ത ക്ഷണം കണ്ണുകൾ തുടച്ച് അവസാനം വരെ പോരാടാൻ അദ്ദേഹം മനസ്സ് സജ്ജമാക്കി. തെറിച്ചു വീണ അർജുന കിരീടത്തിൽ നിന്ന് ഒരു സർപ്പം സാവധാനം ഇഴഞ്ഞ് രാധേയന് സമീപമെത്തി. ഞാൻ തക്ഷകപുത്രനായ അശ്വസേനൻ, അങ്ങയെപ്പോലെ എൻ്റെ മാതൃഹന്താവായ അർജുനനെ ഞാനും വെറുക്കുന്നു. അങ്ങയുടെ അനുവാദം കൂടാതെ ഞാൻ ഈ അസ്ത്രത്തിൽ കയറിയിരുന്നത് കൊണ്ടാണ് ലക്ഷ്യം പിഴച്ചത്. അങ്ങ് നാഗാസ്ത്രം ഒരിക്കൽ കൂടി അഭിമന്ത്രിക്കൂ. ഞാൻ അങ്ങേക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. രാധേയൻ സർപ്പത്തോട് ക്രുദ്ധനായി. ഇടയിൽ ചാടി ലക്ഷ്യം തെറ്റിച്ച നാഗമേ, നിന്റെ ഈ ഒരു വാക്കും ഈ രാധേയൻ വിശ്വാസത്തിലെടുക്കില്ല. ശത്രുക്കളോട് പൊരുതാൻ എനിക്ക് പരസഹായം വേണ്ട. എൻ്റെ കോപത്താൽ ഹനിക്കപ്പെടും മുമ്പ് ഇവിടം വിട്ടുപോയിക്കൊള്ളൂ. സർപ്പം നിരാശയോടെ പിൻവാങ്ങി. അത് ആകാശത്തിലൂടെ അർജുനനെ ലക്ഷ്യമാക്കി നീങ്ങി. അശ്വസേനൻ്റെ വരവ് കൃഷ്ണൻ കണ്ടു. നോക്കൂ പാർത്ഥ, ഇത് ഉഗ്രവിഷമുള്ള തക്ഷകപുത്രനാണ്. അങ്ങയെ കൊല്ലുകയാണ് അവൻ്റെ ലക്ഷ്യം. പണ്ട്
ഗാന്ധവ ദഹന സമയത്ത് അവൻ്റെ അമ്മ തീയിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. ആ പകയും കൊണ്ടാണ് അവൻ ചീറ്റി വരുന്നത്. അവനെ ആകാശത്ത് വെച്ച് തന്നെ വധിക്കുക. അർജുന ശരങ്ങൾ അശ്വസേനനെ കഷണങ്ങളാക്കി. രാധേയൻ്റെ മരണസമയം അടുത്തു തുടങ്ങി. അതിനായി ഭൂമിദേവി കൂടി സഹകരിക്കണം. ബ്രാഹ്മണ ശാപം ഫലത്തിൽ വരണമെങ്കിൽ ഭൂമിദേവി തുണയ്ക്കണം. പെടുന്നനെ കർണൻ്റെ രഥം നിന്നിരുന്ന സ്ഥലത്തെ മണ്ണ് മൃദുത്വം പാലിച്ചു. അടിയിലെ മണ്ണ് ക്രമേണ ഇളകാൻ തുടങ്ങി. രഥചക്രം ഭൂമിയിലേക്ക് മെല്ലെ മെല്ലെ താഴ്ന്നു തുടങ്ങി. ഈയൊരു സംശയം തുടക്കത്തിലെങ്ങും രാധേയന് അനുഭവപ്പെട്ടില്ല. കുരുശാപവും തക്ക സമയത്ത് പ്രതിപ്രവർത്തിച്ചു. ദിവ്യാസ്ത്രങ്ങൾ അഭിമന്ത്രണം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിൽ നിന്ന് ചോർന്നു തുടങ്ങി. ഓർമ്മയിൽ നിന്ന് അഭിമന്ത്രണം ചികഞ്ഞെടുക്കാൻ ശരീരമേറെ ശോഷിപ്പിക്കേണ്ടി വന്നു. ഈ സമയമെല്ലാം അർജുനൻ തുടരെ അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെല്ലാമോ രാധേയൻ അതിൽ ചിലതെല്ലാം തടുത്തു. നിസ്സഹായനായ അദ്ദേഹം സ്വയം പിറുപിറുത്തു. ധർമ്മം ധർമ്മത്തെ കാക്കുമെങ്കിലും ഇവൾ തരം പോലെ അടവുമാറ്റുന്ന കുലടയാണ്. അവൾക്ക് എന്നോടുള്ള പ്രിയം നശിച്ചിരിക്കുന്നു. പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ സൗഖ്യം കണ്ടെത്തിയ അവൾ എൻ്റെ നിസ്സഹായതയ്ക്ക് മുന്നിൽ നൃത്തം ചവിട്ടുന്നു. അർജുനൻ അയച്ച ഐന്ദ്രാസ്ത്രത്തെ ഏറെ പണിപ്പെട്ട് ഓർമ്മയിലെത്തിച്ച ബ്രഹ്മാസ്ത്രം കൊണ്ട് രാധേയൻ ഖണ്ഡിച്ചു. രാധേയ ശരീരം മുഴുവൻ അർജുനാസ്ത്രങ്ങളാൽ കീറി മുറിക്കപ്പെട്ടു. തൻ്റെ രഥചക്രം ഭൂമിയിൽ ഏറെ താണുപോയിരിക്കുന്നത് രാധേയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതു നിമിഷവും കുതിരകൾ സാരഥിയുടെ നിയന്ത്രണത്തിനപ്പുറമാകാം. ശല്യരുടെ സാരഥ്യ വൈദഗ്ധ്യം പ്രശംസനീയം തന്നെ. രാധേയൻ നിസ്സഹായതയോടെ അർജുനന് നേരെ കൈയുയർത്തി. ദയവായി എനിക്ക് വേണ്ടി താങ്കൾ അല്പം കാക്കണം. യുദ്ധനീതി അറിയാവുന്ന താങ്കൾ ഈ രഥചക്രം ഉയർത്തുന്നതുവരെ എന്നോട് സഹകരിക്കണം. കൃഷ്ണൻ പുച്ഛത്തോടെ രാധേയനെ നോക്കി. താങ്കൾ ആത്മരക്ഷാർത്ഥം യുദ്ധനീതിയുടെ നിയമം ഓർമ്മിപ്പിക്കുന്നു. 4 നാൾക്ക് മുമ്പ് അങ്ങ് പിന്നിൽ നിന്ന് അഭിമന്യുവിൻ്റെ വില്ലൊടിച്ചില്ലേ? അന്ന് ഈ നിയമത്തെപ്പറ്റി അങ്ങ് അജ്ഞനായിരുന്നു. അന്ന് അങ്ങേക്ക് ദുര്യോധനൻ്റെ പ്രീതി വേണ്ടിയിരുന്നു. അതല്ലേ ശരി? സത്യത്തിനു നേരെ പുറന്തിരിഞ്ഞ് കൊഞ്ഞനം കുത്തി. കൗരവസഭയിൽ മിത്രത്തിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പല ധർമ്മശാസ്ത്രങ്ങൾക്ക് നേരെയും ജ്ഞാനിയായ താങ്കൾ കണ്ണടച്ചു. ഒരിക്കൽ പോലും താങ്കൾ ദുര്യോധനന് നേർവഴി ഉപദേശിച്ചില്ല. അയാൾ വെച്ചു നീട്ടിയ സുഖ സൗകര്യങ്ങളുടെ തണലിൽ ധർമ്മത്തിനും നീതിക്കും താങ്കൾ പുതിയ വ്യാഖ്യാനം സൃഷ്ടിച്ചു. കൃഷ്ണൻ്റെ വാക്കുകൾ അർജുനാസ്ത്രങ്ങളെക്കാൾ രാധേയൻ്റെ ഹൃദയം കീറിമുറിച്ചു. സ്വന്തം ഹൃദയം പകുത്ത് തൻ്റെ ആത്മാഭിമാനം നിലനിർത്തിയ ദുര്യോധനൻ്റെ പാപകൃത്യങ്ങൾക്ക് നേരെ താൻ കണ്ണടച്ചു. ശരിയാണ്, അദ്ദേഹത്തെ പറഞ്ഞു തിരുത്താൻ തനിക്കായില്ല. എന്തുകൊണ്ടായിരുന്നു അതെല്ലാം എന്ന് കൃഷ്ണൻ അറിയാം. ദുര്യോധനോടുള്ള മൈത്രീ ബന്ധത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എന്നെ ശ്ലാഘിച്ചു ഹൃദയത്തോട് ചേർത്തു നിർത്തി എന്നെ അഭിനന്ദിച്ച കൃഷ്ണൻ ഇന്നെന്തേ എനിക്കെതിരായി? എൻ്റെ ജന്മരഹസ്യം വെളിവാക്കാൻ ഔദാര്യം കാട്ടിയ അനാഥനായ എന്നെ സനാഥനാക്കിയ കൃഷ്ണൻ തന്നെ കൈവിട്ടിരിക്കുന്നു. അതിനർത്ഥം രാധേയൻ്റെ മരണം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ? എല്ലാ മമതാബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഭഗവാൻ എന്നിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. എല്ലാം ഈ കർണൻ അറിയുന്നു പ്രഭു. ഭക്തിയാൽ ആ കർമ്മധീരൻ്റെ കണ്ണുകൾ സജലങ്ങളായി. ഇഷ്ടരെ തന്നിലേക്ക് മാടി വിളിക്കുന്ന ആ ചൈതന്യ പ്രവാഹത്തെ കർണൻ തേരിൽ ദർശിച്ചു. അവസാന കർമ്മത്തിന് രാധേയൻ സ്വയം സജ്ജമായി. പരസ്പരം അസ്ത്രങ്ങളയക്കുന്ന ഇടവേളകളിൽ അദ്ദേഹം രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി രഥചക്രം ഉയർത്താൻ പണിപ്പെട്ടുകൊണ്ടിരുന്നു. ആ ധീരൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ടവർ പൊട്ടിക്കരഞ്ഞു. ദാതാക്കളിൽ ദാതാവായ കർണന് എന്തേ ഇങ്ങനെ ഒരവസ്ഥ ഭവിക്കാൻ? അർജുനാസ്ത്രങ്ങളാൽ കീറി മുറിക്കപ്പെട്ട കുതിരകൾ ശല്യരുടെ സാരഥ്യ സാമർഥ്യം ഒന്നുകൊണ്ടു മാത്രമാണ് പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോകാത്തത്. ഏറെ നിസ്സഹായനായ രാധേയൻ അവസാന കർമ്മമെന്ന നിലയിൽ വളരെ പണിപ്പെട്ട് ശക്തമായ ഒരഭിമന്ത്രണം ഓർമ്മയിൽ വരുത്തി അർജുനൻ്റെ മാറിടം ലക്ഷ്യമാക്കി ശരം തൊടുത്തു. അസ്ത്ര ആഘാതത്താൽ അർജുനൻ ബോധഹീനനായി. ഈ സമയം രാധേയൻ രഥമുയർത്താൻ ശ്രമിച്ചു. സർവശക്തിയും പ്രയോഗിച്ചിട്ടും അദ്ദേഹത്തിന് അതിനായില്ല. മാനഹാനിയാൽ കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായി പൊഴിഞ്ഞു. ബോധം വീണ്ടെടുത്ത അർജുനൻ രാധേയൻ്റെ അഭിമാനത്തിൻ്റെ അടയാളമായ കൊടി മുറിച്ചു. അർജുന, രാധേയൻ രഥത്തിലേക്ക് മടങ്ങും മുമ്പ് അങ്ങത് ചെയ്തിരിക്കണം. അർജുനൻ കൃഷ്ണനിർദ്ദേശം പാലിച്ചു. തൻ്റെ നേരെ വരുന്ന ആ പ്രകാശവർഷത്തെ നോക്കി നിൽക്കെ രാധേയൻ്റെ ശിരസ് അസ്ത്രത്താൽ വീഴ്ത്തപ്പെട്ടു. ആ സൂര്യപ്രഭ ഭൂമിയിൽ വീണ് തിളങ്ങി. ഒരേ സമയം ഏവരും പൊട്ടിക്കരഞ്ഞു. ഒരു ദിവ്യ തേജസ് കർണശരീരത്തിൽ നിന്ന് വേർപെട്ട അന്തരീക്ഷത്തെ പുളകം കൊള്ളിച്ചു. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഇതോടെ നഷ്ടമായി. ആ സിംഹഗർജനവും വിരിഞ്ഞ മാറിടവും ഔദിത്യമാർന്ന നടപ്പും എടുപ്പും ആരെയും ആകർഷിക്കുന്ന മുഖതേജസ്സും ഇനി വെറും സങ്കല്പം മാത്രം. ഇവയെല്ലാം കൂടി ഇനി ഒരിക്കലും ഒരു പുരുഷ ശരീരത്തെയും അലങ്കരിക്കില്ല. അത്രമേൽ പവിത്രവും ശ്രേഷ്ഠവുമാണ് കർണജന്മം. അർഹിച്ചത് വിധി തട്ടിയെടുത്തെങ്കിലും സ്വന്തം കീർത്തിയും യശസ്സും ആ മഹാൻ നിലനിർത്തി. പകരം വെക്കാനില്ലാത്ത സ്വഭാവമഹിമയും എല്ലാം തികഞ്ഞ പുരുഷ സൗന്ദര്യവും കർണന് മാത്രം അർഹതപ്പെട്ടതാണ്. കർണൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം ശരീരാംഗങ്ങൾ ചലിപ്പിക്കാനാവാത്ത നിലയിൽ ദുര്യോധനൻ നിന്ന നിൽപ്പിൽ തന്നെ ഏറെ നേരം നിലകൊണ്ടു. രാധേയൻ്റെ മരണത്തോടെ ലോകത്തിലെ സുന്ദരവും ശ്രേഷ്ഠവുമായ എല്ലാം തന്നെ നഷ്ടപ്പെട്ടതായി ദുര്യോധനന് തോന്നി. ദുഃഖം പണിപ്പെട്ടടക്കി രാജാവ് രാധേയൻ്റെ വീണുകിടക്കുന്ന മൃതദേഹത്തിനരികിലെത്തി. തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്തോറും സൂര്യൻ തൻ്റെ പൂർണ്ണപ്രഭയോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ ദുര്യോധനന് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിന്നവർക്കും അനുഭവപ്പെട്ടു.
രാധേയൻ്റെ പതനത്തോടെ സൂര്യപ്രഭയ്ക്ക് മങ്ങലേറ്റു. പുത്രവിയോഗം അദ്ദേഹത്തിൽ കനത്ത ആഘാതം സൃഷ്ടിച്ചു. എങ്കിലും ലോകഹിതാർത്ഥം ആ പ്രഭ നേരിയ മങ്ങലോടെ ജ്വലിച്ചു നിന്നു. വീണുകിടന്ന രാധേയൻ്റെ ഉജ്ജ്വലകാന്തിയാർന്ന മാറിടവും ശോഭയാർന്ന കണ്ണുകളും ദുര്യോധനൻ മതിവരാതെ വീണ്ടും വീണ്ടും നോക്കി പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ടു നിൽക്കാൻ തന്നെ അസഹ്യമായിരുന്നു. പ്രാണബന്ധമായ ആ സ്നേഹത്തിന് സമാനതകളില്ലായിരുന്നു. കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടിട്ടും ഇന്ദ്രൻ നൽകിയ വരബലത്താൽ രാധേയൻ്റെ ശരീരകാന്തി മരണത്തിന് ശേഷവും നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. ഉടമസ്ഥനില്ലാത്ത രഥത്തെ ശല്യർ അശ്വാലയത്തിലേക്ക് തെളിച്ചു. അത്ഭുതത്താൽ ശല്യർ സ്തബ്ധനായി. ഏതാനും നിമിഷങ്ങൾ മുൻപ് വരെ ഭൂമിക്കടിയിൽ ഏറെ താഴ്ന്ന നിലയിൽ കാണപ്പെട്ടിരുന്ന രഥചക്രം സ്വയം മേൽപോട്ട് പൊന്തിയിരിക്കുന്നു. എല്ലാ ശാപങ്ങളും ഒന്നുചേർന്ന് രാധേയൻ എന്ന മഹാത്മാവിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ശാപത്തിനുമേൽ വിധിയോ വിധിക്കുവേണ്ടി ശാപവചസ്സുകളോ സഹകരിച്ചിരിക്കുന്നു. ഒന്ന് വ്യക്തമാണ്, മനുഷ്യശക്തിക്കതീതമായ ഒരു ദിവ്യത്വം ലോകം നിയന്ത്രിക്കുന്നു. ഇല്ലെന്ന് മനുഷ്യൻ അഹങ്കാര മതത്താൽ സമർത്ഥിച്ചാലും ആ സത്യം സത്യമായി തന്നെ നിലനിൽക്കുന്നു. അങ്ങനെയൊന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രപഞ്ചശക്തികൾ മനുഷ്യശക്തിക്ക് അതീതമായി നിലകൊള്ളുന്നു? കണ്ണീരടക്കാൻ ശല്യർ ഏറെ പണിപ്പെട്ടു. ദുഃഖതപ്തനായ രാജാവിനെ ശല്യർ സാന്ത്വനിപ്പിച്ചു. അങ്ങയുടെ രാധേയൻ വിധിയെ തോൽപ്പിക്കും വിധം യുദ്ധം ചെയ്തു. അദ്ദേഹം സൽകീർത്തിയോടെ സ്വർഗം പൂകിയിരിക്കുന്നു. ഞാൻ ജയിച്ചെന്ന് വിധി അഹങ്കരിച്ചാലും ആ അഹങ്കാരം അവരർഹിക്കുന്നില്ലെന്നേ ഞാൻ പറയൂ. നമ്മുടെ സൈന്യത്തെ യുദ്ധരംഗത്ത് നിന്ന് പിൻവലിക്കൂ. അവരേറെ ദുഃഖിതരും വിവശരുമാണ്. മഹാപ്രഭു, അങ്ങ് ഉചിതമായത് ചെയ്യാൻ ഏർപ്പാടാക്കൂ. എനിക്കിന്നൊന്നിനും വയ്യ. ദുര്യോധനൻ കൈകൾ കൂട്ടിത്തിരുമ്മി തല കുമ്പിട്ടിരുന്നു. തോളുകൾ ക്രമാതീതമായി ഉയരുന്നതിൽ നിന്ന് അദ്ദേഹം ദുഃഖം പണിപ്പെട്ടു നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. ആ മൈത്രീബന്ധം അത്രമേൽ ദൃഢവും ഊഷ്മളവുമായിരുന്നു. എത്രയോ വർഷങ്ങൾ ഏകമനസ്സോടെ അവർ ജീവിച്ചു. മരണത്തിന് തലേ രാത്രിയിൽ യാത്ര പറഞ്ഞിറങ്ങിയ എൻ്റെ മിത്രം തിരിച്ചു വന്ന് എന്നെ അണച്ചു പുൽകി. ഒരുപക്ഷേ തൻ്റെ ദിവ്യ ചക്ഷുസുകൊണ്ട് അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞു കാണും. തന്നോടത് പങ്കുവയ്ക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ഓർമ്മകൾ വീണ്ടും വീണ്ടും ദുര്യോധനനെ തളർത്തി. കൃഷ്ണാർജുനന്മാരിൽ നിന്ന് രാധേയ പതനമറിഞ്ഞ നിമിഷം യുധിഷ്ഠിരൻ അർജുനനെ ഗാഢമായി ആശ്ലേഷിച്ചു. എത്രയോ വർഷങ്ങളായി തൻ്റെ ഉള്ളിൽ കിടന്നു തിളച്ചിരുന്ന ആ പ്രശ്നം അർജുനൻ ദൂരീകരിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ കൃഷ്ണനെ നോക്കി കൈകൂപ്പി, പ്രഭോ, എല്ലാം അങ്ങയുടെ കൃപ. ഈ ഭക്തൻ എന്ത് പറഞ്ഞ് അങ്ങയെ അർച്ചിക്കണമെന്ന് അറിയില്ല. കാൽക്കൽ പ്രണമിച്ച ഭക്തനെ കൃഷ്ണൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നോട് ചേർത്തു. അർജുന രഥത്തിൽ കയറി യുധിഷ്ഠിരൻ രാധേയൻ വീണുകിടക്കുന്ന യുദ്ധഭൂമിയിലെത്തി. അദ്ദേഹം രാധേയൻ്റെ പ്രൗഢവും കാന്തിപൂർണവുമായ സുന്ദര ശരീരം അപാദചൂടം വീക്ഷിച്ചു. ഒരാശ്വാസ നിശ്വാസം അദ്ദേഹത്തിൽ നിന്നുതിർന്നു. ഒടുവിലിതാ എൻ്റെ പ്രഭു എനിക്കിതും സാധിച്ചു തന്നിരിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്തനാം അഭയം കര. രാവേറെ ചെന്നിട്ടും ദുര്യോധനൻ തൻ്റെ കൂടാരത്തിൽ ദുഃഖതപ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാടുകയറി. തന്നെ മാത്രം സ്നേഹിച്ച രാധേയൻ, തനിക്കു വേണ്ടി മരിച്ച പ്രിയമിത്രം. മനസ്സ് ഭ്രാന്തമാകുന്നതായി ദുര്യോധനന് തോന്നി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പുലമ്പി, എനിക്കിനിയും രാധേയനെ കാണണം. അദ്ദേഹം ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു. ഏറെ നേരം ആ കാന്തി ദീപ്തമായ ജഡത്തെ അണച്ചണച്ച് പൊട്ടിക്കരഞ്ഞു. ദുഃഖം നിയന്ത്രിക്കാനാകാതെ അദ്ദേഹം യുദ്ധഭൂമിയിൽ ഭ്രാന്തനായി അലഞ്ഞു. ആ അലച്ചിലിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹം എങ്ങനെയോ ഭീഷ്മരുടെ അരികിലെത്തപ്പെട്ടു. പിതാമഹൻ്റെ പാദങ്ങളിൽ കുമ്പിട്ട് ദുര്യോധനൻ പൊട്ടിക്കരഞ്ഞു, എൻ്റെ മുത്തച്ഛ, രാധേയൻ പോയി. ഞാനിനി ആർക്കു വേണ്ടി ജീവിക്കണം? എൻ്റെ മനസ്സ് ദുഃഖത്താൽ ഭ്രാന്തമാകുന്നു. ഭീഷ്മർ തൻ്റെ പ്രിയ പൗത്രൻ്റെ ശിരസിൽ കൈവച്ച് താഴ്ന്ന സ്വരത്തിൽ സൗമ്യമായി പറഞ്ഞു, രാധേയൻ യുദ്ധഭൂമിയിൽ ധീരതയോടെ പൊരുതി വീരസ്വർഗം പ്രാപിച്ചിരിക്കുന്നു. അതിൽ നീ അഭിമാനിക്കണം. ഒരു നല്ല യോദ്ധാവിന് വേണ്ട കീർത്തിയും യശസ്സും നിന്റെ മിത്രം നേടിയിരിക്കുന്നു. അദ്ദേഹം ക്ഷത്രിയോചിതമായ മരണം തന്നെ വരിച്ചിരിക്കുന്നു. ദുര്യോധനൻ സ്തബ്ധനായി. തൻ്റെ വർഷങ്ങളായുള്ള സംശയത്തിന് ഒരു വാക്കിൽ മുത്തച്ഛൻ ഉത്തരം തന്നിരിക്കുന്നു. മുത്തച്ഛ, ഇത് സത്യമോ? എൻ്റെ മനസ്സിനെ നീട്ടിയിരിക്കുന്ന ഈ ചോദ്യം അങ്ങയുടെ വാക്കുകളാൽ വീണ്ടും ബലപ്പെട്ടു. മുത്തച്ഛ, അങ്ങ് എല്ലാം എന്നോട് തുറന്നു പറയണം. അത്യാകാംക്ഷയാൽ ദുര്യോധനൻ്റെ ഹൃദയം തുടിച്ചു. പുത്ര, അയാൾ രാധേയനല്ലായിരുന്നു, കൗന്ദേയനായിരുന്നു, പാണ്ഡവരുടെ മൂത്ത സഹോദരൻ. അതെങ്ങനെ സംഭവിച്ചു? എൻ്റെ മിത്രം അത് അറിഞ്ഞിരുന്നു. ഭീഷ്മർ സാവകാശം പറയാൻ തുടങ്ങി. ഈ രഹസ്യം നീ മൂലം ഒരിക്കലും പാണ്ഡവർ അറിയാൻ ഇടവരരുത്. ഒരിക്കൽ നിന്നോട് നിന്റെ മിത്രം മരിക്കുവോളം വെളിപ്പെടുത്തില്ലെന്ന് ഞാൻ രാധേയന് വാക്കുകൊടുത്തിരുന്നു. ആ സത്യം ഞാൻ പാലിച്ചു. അതുപോലൊരുറപ്പ് നീ എനിക്കും തരണം. നിന്നിലൂടെ ഈ സത്യം ഒരിക്കലും പുറം ലോകം അറിയില്ലെന്ന്. ദുര്യോധനൻ ഭീഷ്മരുടെ കൈപിടിച്ച് സത്യം ചെയ്തു. ഭീഷ്മർ തുടർന്നു. ഭോജരാജാവിൻ്റെ വളർത്തുപുത്രിയായിരുന്ന കുന്തി ശൂരസേനൻ്റെ പുത്രിയും വസുദേവ സഹോദരിയുമാണ്. കൃഷ്ണൻ വസുദേവപുത്രനും. ഒരിക്കൽ ഭോജപുരിയിലെത്തിയ ദുർവാസാവ് മഹർഷിയെ ആദിത്യ വിധിപ്രകാരം സൽക്കരിക്കാനുള്ള നിർദ്ദേശം രാജാവ് തൻ്റെ വളർത്തുമകൾക്ക് നൽകി. കുന്തിയുടെ ശുശ്രൂഷ പരിചരണങ്ങളിൽ മഹർഷി സന്തുഷ്ടനായി. അവൾക്ക് അർഹമായ ഒരു വരം നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഒന്നും തന്നെ അർത്ഥിക്കാതിരുന്ന കുന്തിയിൽ മഹർഷിക്ക് അതിരറ്റ വാത്സല്യം തോന്നി. പുത്രി
പുത്രി, ഞാൻ നിനക്കൊരു പൊൻതളിക വരമായി നൽകുന്നു. ഇതിൽ 5 മന്ത്രങ്ങൾ ആവാഹനം ചെയ്തിട്ടുണ്ട്. ഈ വരത്തിൻ്റെ ബലത്തിൽ നീ ഏതൊരു പുരുഷനെ ആഗ്രഹിച്ചാലും അയാൾ നിന്റെ അഭീഷ്ടം അംഗീകരിക്കാൻ നിർബന്ധിതനാകും. ഈ വരസിദ്ധി കന്യകയായ കുന്തിയിൽ കൗതുകമുണർത്തി. ഉദയസൂര്യപ്രഭയിൽ മയങ്ങിയ കുന്തി മന്ത്രം അഭിമന്ത്രിച്ചു. കൗതുകത്തിനപ്പുറം മറ്റൊന്നും സൂര്യനിൽ നിന്ന് ആഗ്രഹിക്കാത്ത അവൾ പ്രത്യക്ഷനായ ദിനകരനോട് ഭയത്തോടെ മടങ്ങിപ്പോകാൻ അപേക്ഷിച്ചെങ്കിലും വരലബ്ധി പ്രാപ്തമാക്കുക എന്ന ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാകാനായില്ല. കന്യകയായ അവൾ പ്രസവിച്ച സൂര്യപുത്രനാണ് കർണൻ. അവൾ തൻ്റെ പിഞ്ചുകുഞ്ഞിനെ ലോകാപവാദം ഭയന്ന് ഒരു വിശിഷ്ട പേടകത്തിലാക്കി ഗംഗാനദിയിലൊഴുക്കി. ഇതിനെല്ലാം സാക്ഷിയായ അവൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ ദേഹരക്ഷയ്ക്ക് കവചകുണ്ടലങ്ങൾ നൽകി. അതിനാൽ അവൻ സുരക്ഷിതനായിരുന്നു. ഗംഗാനദിയിലൂടെ ഒഴുകിയെത്തിയ ആ പേടകം അതിരഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സന്താന ഭാഗ്യമില്ലാതിരുന്ന അവർ ആ കുഞ്ഞിനെ ലാളിച്ചു വളർത്തി. രാധേയൻ ഇതെപ്പോൾ അറിഞ്ഞു? അയാൾ തൻ്റെ മാതാവിനെ തിരിച്ചറിഞ്ഞു. മുത്തച്ഛ, കൃഷ്ണൻ്റെ സന്ധി സംഭാഷണം നീ നിരാകരിച്ച ദിവസം യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ കൃഷ്ണൻ തന്നെ ഈ സത്യം കർണനോട് വെളിപ്പെടുത്തി. അയാൾ നിന്നിൽ നിന്ന് അകന്നാൽ നീ തീർത്തും ദുർബലനാകുമെന്ന് ആ മായേശൻ അറിഞ്ഞിരുന്നു. പിന്നീട് കുന്തി തന്നെ രാധേയനെ സമീപിച്ച് മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചു പോയ പിഴയ്ക്ക് മാപ്പ് ചോദിച്ചു. അവർ സഹോദരങ്ങളോട് ചേരാൻ അയാളെ പ്രേരിപ്പിച്ചു. പിന്നീട് എന്താണുണ്ടായത് മുത്തച്ഛ? ദുര്യോധനൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു. തുടർന്നുണ്ടായതെല്ലാം നിനക്ക് അറിവുള്ളത് തന്നെ. നിന്നെ ഉപേക്ഷിച്ച് ഒന്നിനു വേണ്ടിയും പിന്മാറാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. ഏത് നിയോഗമാണ് നിങ്ങളെ തമ്മിൽ ഇണക്കിയതെന്ന് എനിക്കിപ്പോഴും അജ്ഞാതമാണ്. ഭീഷ്മർ പുത്രൻ്റെ ശിരസിൽ അനുകമ്പയോടെ തലോടി. എൻ്റെ ഹൃദയം പൊട്ടുന്നു മുത്തച്ഛ. എനിക്കിനി ജീവിക്കണ്ട. എനിക്കെൻ്റെ രാധേയൻ്റെ പിന്നാലെ യാത്രയാകണം. അശ്രുക്കൾ ധാരധാരയായി ഒഴുകുന്ന തൻ്റെ കൊച്ചുമകനെ അണച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, നീ ഒരു ഭീരു ആകരുത്. ഇനിയെങ്കിലും ഒരു സന്ധി ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ യുധിഷ്ഠിരനെ വിളിപ്പിക്കാം. ഞാൻ പറയുന്ന നിർദ്ദേശം അയാൾ അംഗീകരിക്കും. എനിക്കുറപ്പുണ്ട്. വേണ്ട മുത്തച്ഛ, എനിക്ക് യുദ്ധം ചെയ്ത് വീരസ്വർഗം പോകണം. ഇനിയൊരു പിൻവാങ്ങൽ എനിക്ക് അസാധ്യമാണ്. ഭീഷ്മപാദങ്ങൾ വന്ദിച്ച് ദുര്യോധനൻ വിടവാങ്ങി. വീണ്ടും മിത്രത്തിൻ്റെ മൃതദേഹത്തിനരികിൽ വന്നിരുന്ന് ഏറെ നേരം വിങ്ങി വിങ്ങി കരഞ്ഞു. ദുഃഖഭാരം താങ്ങാനാവാതെ ഭ്രാന്തചിത്തനായി അങ്ങുമിങ്ങും ഓടി നടന്നു. ഹൃദയഭേദകമാകാതെ കർണപർവം വായിച്ചു തീർക്കുക തീർത്തും അസാധ്യമാണ്. ധർമ്മം സദാ വിജയിയാണ്. ധർമ്മത്തിന് മാത്രമാണ് ശാശ്വതമായ വിജയം കൈവരിക്കാൻ സാധിക്കുക. എന്നാൽ ആ വിജയത്തിനുമപ്പുറം ആത്യന്തികമല്ലാത്ത അന്ത്യമുണ്ട് സർവചരാചരങ്ങൾക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ.